കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഞാനും എന്റെ ആളിന്റെ ഒരു പുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മള് വ്യത്യസ്തമായ ഒരു പ്രമേയവുമായിട്ട് നമ്മുടെ പുത്തൻ ഒരു എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് നമ്മൾ ഇവിടെ കാണാൻ പോകുന്നത് ചില പാചക പരീക്ഷണങ്ങളാണ്. എന്താവും എന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ല. പക്ഷെ ഇവരിലെ ചിലരുടെയൊക്കെ പാചക സ്കില്ല്, ചില ക്രൈസിസ് മാനേജ് ചെയ്യാനുള്ള എബിലിറ്റി, അതൊക്കെ നമ്മൾ ഇന്നൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ശരിക്കും ഫൺ ഫീൽഡ് ആയിട്ടുള്ള ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് അഷ്വർ ചെയ്തുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഈ പരിപാടി ഇവിടെ തുടങ്ങുന്നു. ക്യാമറി ഐസ്ക്രീം ലവ് ഹാസ് മെനി ഫ്ലേവേഴ്സ് ആൻഡ് ഈസ്റ്റ് ഈക്കോ പ്രസൻസ് ഞാനും എന്റെ ആളും, co-powered by പൂജ രാഗിണി, കോസ്മെറ്റിക് പാർട്ട്ണർ ഡാസ്ലർ എറ്റേണ വേ ടു സ്റ്റാർഡം, സ്പെഷ്യൽ പാർട്ട്ണർ വീഗൽ ആൻഡ് ഹോം. എന്റെ പുറകിൽ ഇവിടെ കുറച്ച് സാധനങ്ങൾ നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതെന്തോ പുട്ടൂറ്റിയാണെന്ന് വിചാരിക്കും. ജോണി ചേട്ടൻ അങ്ങനെ തെറ്റിദ്ധാരണയില്ലേ? ഇത് പുട്ടൂറ്റിയാണെന്ന് തോന്നിയില്ലേ? എന്നാൽ ഇത് പുട്ടുകുറ്റി അല്ല. ഈ അലാവുദ്ദീന്റെ അത്ഭുത വിളക്ക് എന്ന് പറയുന്ന പോലെ തുറന്നു കഴിയുമ്പോൾ ഒരു സംഭവം കിട്ടും. നിങ്ങൾക്കുള്ളൊരു രഹസ്യ നിർദ്ദേശം, എന്നിട്ട് വിളംബര പത്രിക, അങ്ങനെ എന്തോ ഒരു സാധനം അതിനകത്ത് വെച്ചിട്ടുണ്ട്. എന്നാ സത്യം പറഞ്ഞാൽ എനിക്കും അറിയാൻ പാടില്ല. പക്ഷെ നിങ്ങൾക്കുള്ളൊരു സീക്രട്ട് ഇൻസ്ട്രക്ഷൻ ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളാണ് വന്ന് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോ ഓരോരുത്തർക്കായിട്ട് വന്നിട്ട് ഇതിനകത്ത് നിന്ന് ഓരോ ഈ സൂത്രം എടുത്തോണ്ട് പോവാം. ആരാ ആദ്യം വരുന്നേ? താജയുടെ പോരെ. Tukadi pikadi what up? അപ്പൊ നമുക്കൊക്കെ അറിയുന്ന പോലെ ഇന്നിവിടെ ചില പാചക പരീക്ഷണങ്ങളാണ് നടക്കാൻ പോകുന്നത്. വട്ടമൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ജോണി ചേട്ടാ, ഒരുപാട് പ്രതീക്ഷയുള്ള ആളുകളുണ്ട് ഇതിനകത്ത്. ഉണ്ടല്ലേ? ഏറ്റവും എക്സ്പെക്ട് ചെയ്യുന്നത് ഞാൻ ഷാജിയിലാണ്. ഞങ്ങളിൽ നല്ല പ്രതീക്ഷയുണ്ട്. പക്ഷെ സാറിന്റെ ജീവന്റെ കാര്യത്തിൽ പ്രതീക്ഷ അതുപോലെ സ്റ്റെബിനും വിനീഷയും കുക്ക് ചെയ്യാൻ മത്സരിക്കുന്നവരാണെന്നാ പറഞ്ഞേ. അല്ല, നിങ്ങളല്ലേ ഇവിടെ വന്നൊന്നും നേരത്തെ തള്ളിയിട്ടുള്ളത്? ഓക്കെ, അപ്പൊ ഇവരുടെ വീരവാദങ്ങളൊക്കെ സത്യമാണോ എന്ന് അറിയാനുള്ള ഒരു ചാൻസും കൂടെയാണ്. പിന്നെ നമ്മൾ ഇവർ ഇത്രയും ദിവസമായിട്ട് കണ്ടോണ്ടിരിക്കുന്നതുകൊണ്ട് നമ്മളത് ജഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം റൈറ്റ് ആയിന്ന് വരില്ല. നമ്മൾ വല്ല പാർഷ്യാലിറ്റി ഒക്കെ കാണിച്ചാലോ. അതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഒരു കിടിലൻ കക്ഷി ഇറക്കിയിട്ടുണ്ട്. മലയാളികൾക്ക് ഭക്ഷണം അല്ലെങ്കിൽ ഒരു കുക്കറി റിയാലിറ്റി ഷോ അങ്ങനെയൊക്കെ കേട്ട് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു ഫേസ് ആണ് ഇദ്ദേഹത്തിന്റേത്. അപ്പൊ വിജയ് ഓർക്കും വിജയുടെ കാര്യമായിരിക്കുന്നു. അല്ല, മലയാളികൾക്ക് പ്രിയങ്കരനായ അവതാരകൻ കിഷോറേട്ടനെ നമ്മൾ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓതന്റിക് ആയിട്ട് ഇവരുടെ ഭക്ഷണങ്ങളൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് ഒരു അഭിപ്രായം പറയാൻ വേണ്ടിട്ട്. കിഷോറേട്ടാ, വെൽക്കം ടു ദി ഫ്ലോ. ഇദ്ദേഹത്തിനൊക്കെ എങ്ങനെ പറഞ്ഞ് തൃപ്തിപ്പെടുത്താനാ? ഈ ലോകം മുഴുവൻ നടന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇവിടെ വന്ന് ഷാജി എന്തുണ്ടാക്കി കൊടുക്കും? ഷാജി അല്ല, ഇത് കണ്ടപ്പോ പോയി. നമ്മുടെ ഈ വേദിയിലേക്ക് സ്വാഗതം. ബേസിക്കലി ഇവിടെ ഒരു കുക്കിംഗ് പരിപാടിയല്ല, പക്ഷെ ജീവിത വിജയത്തിന് പാചകവും ഒരു അടിസ്ഥാന ഘടകമായതുകൊണ്ട് ഭാര്യ കുക്ക് ചെയ്താലും ഭർത്താവ് കുക്ക് ചെയ്താലും തീർച്ചയായിട്ടും ഒരു വീട്ടില് ആദ്യമായി വഴക്ക് തുടങ്ങുന്നത് എന്താണ് കാരണം എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കുന്ന എല്ലാരും പറയും ഒരൊറ്റ പ്രോഡക്റ്റിന്റെ പേരിലാണ്. ഉപ്പ് അല്ല, ചായ. കൃത്യമായിട്ട് മനസ്സിലായി. ചായ എന്ന് പറയുന്ന ഒരു ഒറ്റ സാധനത്തിൽ നിന്നാണ് രാവിലത്തെ ആദ്യത്തെ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുന്നത്. കൃത്യം പറയാണ്. അവിടെ അങ്ങനല്ല, ഉരുളക്കിഴങ്ങായിരുന്നു. അല്ല, അത് മറ്റുള്ളവർക്ക്. എന്റെ ഹസ്ബൻഡ് രാവിലെ എണീറ്റ ചായ തന്നെയാ കുടിക്കുക. ഉരുളക്കിഴങ്ങും പുഴുങ്ങിയല്ലേ വായിൽ കൊടുക്കുക.
അപ്പോൾ എന്തായിരുന്നാലും പാചകം എല്ലാവർക്കും അറിയാമല്ലോ. സാജുവൊക്കെ അന്യായമായി ഭക്ഷണം വയ്ക്കുന്ന ഒരു കക്ഷിയാണ്. പിന്നെ ഞാൻ ഇവിടെ വന്നതിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഇവിടുത്തെ വളരെ ഏറ്റവും എനിക്കൊന്നുള്ള സീനിയറായ ഇവിടെ രാജാവായി വിലസിയിരുന്ന ഈ മുതലിനെ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. ഈ മുതലിൻ്റെ കൂടെ ഒരു 10-20 കൊല്ലം ഒരുമിച്ച് വർക്ക് ചെയ്ത ആളാണ് ഞാൻ. അദ്ദേഹത്തിൻ്റെ പാചകം ഒരു രക്ഷയില്ലാത്ത പല സംഭവങ്ങൾ. സ്വന്തം വീട്ടിൽ പട്ടിയെ വളർത്തിയിട്ട് ആ പട്ടിയുടെ വാക്കകത്ത് വിരലിട്ടു, അല്ലെങ്കിൽ മിസ്സിസ് പറയും. അല്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ പരിപാടിയിൽ നിന്ന് ഞാൻ പറഞ്ഞുതരാം. ഒരു ദിവസം രാത്രി ഞങ്ങൾ പോകുന്ന സമയത്ത് പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇദ്ദേഹത്തിനെ കൊണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെല്ലാൻ നേരത്ത്, അതായത് സ്വന്തം വീട്ടിൽ പട്ടി വളർത്തുകയാണ്. അവിടെ ചെന്നതിന് ശേഷം അവിടെ നിന്ന് വൈഫിനെ ഫോൺ ചെയ്യും. വൈഫ് താഴെ വന്ന് ഇറങ്ങി ഗേറ്റ് തുറന്ന് ഈ മുതലിനെ എടുത്ത് മുകളിൽ കൊണ്ടുവച്ചതിന് ശേഷം അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? നടന്നു പോകാറുണ്ട്. പട്ടി കടിക്കുക. അപ്പൊ ഒരു ദിവസം പട്ടി കുറച്ചപ്പോ ഇത്ര നീളമുള്ളൊരു വലിയൊരു വടി എടുത്തിട്ട് അതിന്റെ വാക്കകത്ത് കമ്പിട്ട് ഇളക്കി കുരയ്ക്കുമോ എന്ന് ചോദിച്ച്, ഇല്ലെങ്കിൽ പറയണം എന്ന് ചോദിച്ച് പിറ്റേ ദിവസം നമ്മൾ കാണാൻ നിന്നപ്പോ തവിൽ വിദ്വാനെ പോലെ 10 വിരലിലും മറ്റേ കൈ ഉറയിട്ടുണ്ട് അങ്ങനെ കിടക്കും. ഞാൻ ചോദിച്ചു, എന്താ പ്രശ്നമില്ല, പട്ടി പിടിച്ചു. ഞാൻ പുറത്തുള്ള പട്ടിയാ? ഇല്ല, ഞാൻ വളർത്തുന്ന പട്ടി. മേളൊരു ഐറ്റം, അത് ഈ ഒരു രക്ഷയില്ലാത്ത സാധനം. വെള്ളറട എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് പോയതിനു ശേഷം ഒരു കുക്കിങ്ങിന് പോയിട്ട് അവിടെ ചെന്നിട്ട് കപ്പ എന്താണെന്ന് അറിഞ്ഞുകൂടാതെ ഒരു അമ്മമ്മയുടെ വായിൽ നിന്നും നല്ല പച്ച ചീത്ത കേട്ടിട്ട് വന്ന ആളാണ് മോഡലിലിരിക്കുന്ന സാധനം. വെറുതെ ഒരു കൗതുകത്തിന് വേണ്ടി ആ അമ്മമ്മയുടെ ചോദിച്ചു, എന്താണ് അമ്മമ്മ ഈ ഇരിക്കുന്ന സാധനം? അപ്പൊ അമ്മമ്മ പറഞ്ഞത്, ഞാൻ അങ്ങനെയായിട്ട് ഞാൻ പറയില്ല, മരിച്ചിനി കണ്ടാ നിനക്ക് അറിഞ്ഞൂടാ. ഓക്കെ കിഷോറേട്ട, അപ്പൊ ഭയങ്കര സന്തോഷം ഇവിടെ എത്തിയതില്. അപ്പൊ നമുക്ക് ആ സീറ്റിലേക്ക് ഇരിക്കാം. നമ്മുടെ ഇവിടുത്തെ കലാപരിപാടികൾ പതുക്കെ തുടങ്ങട്ടെ. പാചകം ചെയ്ത് കൈപുണ്യം തെളിയിക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഇവിടെ മറ്റു പല കഴിവുകളും തെളിയിക്കാനുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ വേദിയിലേക്ക് വരാൻ വന്നത് ജോബി ചേട്ടൻ, സൂസൻ ചേച്ചി. തുറന്നു നോക്കിയോ ആരാ വരാൻ പോണേന്ന്? ഇതിനകത്തുണ്ടോ? എടുക്ക്. ഇതാ ഇരിക്കുന്നു താളിയോല. എനിക്ക് വയ്യ. രാജമാണിക്കോ? ഒരു പാതിരാത്രി ഒരു മണിയറ ചെന്ന് കയറിയപ്പോൾ ഈ ചോദ്യം ഞാൻ ആദ്യം കേൾക്കാം. നീ ആരാണ്? നിനക്ക് എന്തൊരു വേണം? അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് എന്റെ അമ്മയെ കാണണം. അന്ന് ചെയ്തു വെച്ച പാടുകളൊക്കെ എപ്പോഴും ഉണ്ട്. നേരത്തെ ഒരു മണിയറവാദിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു? അവിടെ ചെന്ന് ഒളിഞ്ഞു നോക്കി കണ്ണി വെച്ച് കുത്തി തന്നു. അങ്ങനെ കൂടട്ടാ. അല്ല, ഈ കോളത്തിൽ കണ്ടു കഴിഞ്ഞാൽ ആരും ചോദിക്കും ആരാന്ന്. മാണിക്കോണം, സത്യം മാണിക്കോണം. അപ്പൊ മാണിക്കം എന്താ ചെയ്യണ്ട? മാണിക്കം കുറച്ച് സമയത്തേക്ക് ഇവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ജോബിച്ചേട്ടാ, അടുത്താട്ടിക്ക് കാണാൻ പറ്റില്ല, വലത്താട്ടിക്ക്. അല്ലെങ്കിൽ കേട്ടോ, ഞാൻ വലത്തോട്ടാ കണ്ട് കൊള്ളാം. നമ്മൾ എന്താണ് ചേട്ടാ പറഞ്ഞത്? സഹായിക്കണം. എന്ത് സഹായം വേണമെങ്കിലും മാണിക്യം ചെയ്യും. മാണിക്യം എന്തിനും തയ്യാർ. ഓക്കെ, മാണിക്യം എന്താ സഹായിക്കണ്ടേ നമ്മൾ പറയാം. ഒരു കുറച്ച് നേരത്തേക്ക് ആ സൈഡിലേക്ക്. എവിടെ നിൽക്കണം മാണിക്യം? കുറച്ച് സൈഡ് കാണാൻ പറ്റും. ഏതെങ്കിലും ഒരു സൈഡിലോട്ട് നിൽക്കേ. ഓക്കെ, അപ്പൊ ഇവരുടെ കൂടെ ഒരുമിച്ച് കുക്ക് ചെയ്യാൻ വേണ്ടിട്ട് നമ്മുടെ വേദിയിലേക്ക് എത്താൻ പോകുന്നു അർജുനൻ മാധവി. എടുത്തോ. ആരായിരിക്കും? ആരാവണമെന്നാണ് മുത്തിന് ആഗ്രഹം? ആരാണ് ആഗ്രഹം? സിനിമയിൽ ആര് വന്നെന്ന് ആഗ്രഹം? എനിക്ക് ലാലേട്ടൻ. ലാലേട്ടന്റെ ഏത് ക്യാരക്ടർ? എനിക്ക് അങ്ങനെയൊന്നുമില്ല, ആര് വന്നാലും ഞാൻ സ്വീകരിക്കും. തുറക്ക് ജസ്റ്റ് മിസ്. ലാലേട്ടൻ വരെ എത്തിയില്ലാന്നുള്ളു അല്ലേ?
അതിൽ അർജുന ഇപ്പൊ ഡൗട്ടായി ഇതിൽ ഏതാ നന്ദിനിന്ന്. അയ്യോ, ആര് അങ്കമാലിയിലെ പ്രധാനമന്ത്രി ജോണി അമ്മാവൻ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയാ. ആഹാ അമ്മാവൻ എന്താ ഇവിടെ? വട്ടാണല്ലേ. എല്ലാവരും എന്നോട് ഇങ്ങനെ ചോദിക്കുന്നു, അതെന്താ അങ്ങനെ? അതിന് വേറെ വാക്ക് പിന്നെ വേറെ കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട്. ആരാ ഒരു പട്ടിക്ക് ഒരു പട്ടിക്കൂട്ട്. പട്ടിക്കുട്ടിയാ? നമുക്ക് തുടങ്ങിയാലോ? വിശക്കുന്നു. അയ്യോ, നമുക്ക് ഉണ്ടാക്കാം. ചിക്കനും പൊറോട്ട എന്താ? പൊറോട്ട വേവിച്ചില്ല, ഒന്നും വേവിച്ചില്ല, വന്നതേ ഉള്ളൂ. പൊറോട്ടയാ? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട് ട്ടാ. മിണ്ടാതിരുന്നാ പോകുന്ന വഴിക്ക് വാങ്ങിത്തരാം. തുടങ്ങിക്കോ വേഗം. ഓക്കെ, പണി നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഗെയിംസിന്റെ റൂള് ഒന്നുകൂടെ പറയാണ്. നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ടാസ്ക് തരും. അതായത് ആദ്യം തരാൻ പോകുന്ന ടാസ്ക് നിങ്ങൾക്ക് ഇപ്പൊ ആദ്യം 5 മുട്ട തരും. ആ മുട്ടയ്ക്കകത്ത് ഈ മഞ്ഞ വെള്ളം വേർതിരിക്കുന്ന പരിപാടി ഉണ്ടല്ലോ. അപ്പൊ എത്രയും പെട്ടെന്ന് മുട്ടയ്ക്കകത്ത് ആ മഞ്ഞ വേർതിരിച്ച് വെക്കണം. എന്നിട്ട് ആ കയ്യിലിരിക്കുന്ന മുട്ട തീരുമ്പോഴേക്കും നിങ്ങളുടെ ഈ ക്യാരക്ടേഴ്സിനെ കൊണ്ട് ഒരു ഡയലോഗ് പറയിപ്പിക്കുക. അടുത്ത 5 മുട്ട നമ്മൾ തരും. അങ്ങനെ 10 മിനിറ്റ് സമയത്തിനുള്ള ഏറ്റവും അധികം മുട്ട എഗ് ആൻഡ് ഇത് മറ്റേ യെല്ലോയും വൈറ്റും സെപ്പറേറ്റ് ചെയ്യുന്ന ടീമിനായിരിക്കും അഡ്വാൻറ്റേജ് കിട്ടുക. നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണറിന് ആ സമയത്ത് നിങ്ങളുടെ കൂടെ നിന്ന് കുക്ക് ചെയ്യാം. ലാസ്റ്റ് 10 മിനിറ്റ് അതായിരിക്കും അഡ്വാൻറ്റേജ് ആയിട്ട് കിട്ടാൻ പോകുന്നത്. മനസ്സിലായോ? വരും വരും. മുട്ടയുടെ ആയിരിക്കും. ഓക്കെ, അപ്പോ നമുക്ക് ആദ്യത്തെ ടാസ്കിലേക്ക് പോവാം. ആദ്യത്തെ ടാസ്ക് 5 മുട്ട അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ 5 മുട്ട എടുത്തിട്ട് അവിടെ പോയി നിന്നോളൂ. 5 മുട്ട എടുത്തിട്ട് അതിനകത്തെ മഞ്ഞയും വെള്ളയും സെപ്പറേറ്റ് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യാലോ അല്ലേ? മുട്ട എടുത്തോ? പറഞ്ഞിട്ട് ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കൂ. രണ്ടും കൂടെ ഒന്നാക്കിയാ പോരെ? സെപ്പറേറ്റ് സെപ്പറേറ്റ് ആക്കണം. എല്ലാം പൊളിഞ്ഞു. ഇവര് മൊത്തം കലക്കി പൊരിച്ചോണ്ടിരിക്കുകയാണ്. അത് മൊത്തത്തിൽ ഒന്ന് കലക്ക്. നീ ആ മഞ്ഞ പൊട്ടിക്കുക അല്ല മുട്ട പൊട്ടിക്കുക. ആ അത് മൊത്തത്തിൽ കലക്കുന്ന, അപ്പൊ മൊത്തം മഞ്ഞ ആയിക്കോളും. മാധുവിന് പുതിയ ഐഡിയ വന്നത്. മാധുവിന്റെ ഐഡിയ അത് വർക്ക്ഔട്ട് ആവുന്ന ഐഡിയ ആണ്. യാ എക്സാക്ട്ലി, അത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇവര് കുപ്പിക്കകത്ത് മുട്ട കയറ്റിക്കൊണ്ടിരിക്കുക. ഇത് കഴിഞ്ഞു, ഇവിടെ കഴിഞ്ഞു. എന്ത് കഴിഞ്ഞു? കഴിഞ്ഞെങ്കിൽ നിങ്ങളുടെ ക്യാരക്ടറിന്റെ ഡയലോഗ് പറയേ. പക്ഷേ ക്യാരക്ടർ പോ ഡയലോഗ് കണ്ടുപിടിക്കും. ഡയലോഗ് അതിന്റെ കസിസ് നല്ല ആരാവത് ಒಬ್ಬರು ಮದುವೆ ಮಾಡಿ ಮಾರಿಕೊಂಡ್ರೆ ತಾತನ ಪರ್ಸನಾಸಿ ಎಲ್ಲ ನಿಮಗೆ ಸಿಗುತ್ತೆ ಎಲ್ಲ ನಿಮಗೆ ಸಿಗುತ್ತೆ ಓಕೆ വന്നപ്പോ വട്ടാർന്നിപ്പോ I pity, but you, this uniform, പൊതുഖജനാവിന് പണം മുടക്കി സർക്കാർ ഇങ്ങനെ സ്ത്രീട്ട് സമ്പ കുത്തി തരുന്നത് ഇവനെ പോലെയുള്ള പട്ടിണി പാവങ്ങളെ നടുറോട്ടിലിട്ട് കുത്തിപ്പിഴിഞ്ഞ് വെട്ടിക്കവർത്തി നിർത്താനല്ല, ജനങ്ങളുടെ സ്വത്തും സൂര്യവും സംരക്ഷിച്ചു. ഇപ്പൊ പറയില്ലേ തീർക്കല്ലേ തീരത്തെ. അതൊക്കെ നേരത്തെ ചോദിക്കട്ടെ. ഞാനൊരു ദേവരാജൻ പ്രതാപവർമ്മ. ഇവിടെയൊക്കെ ദേവജി തെക്കൻ തിരുവിതാംകൂർ മോശമല്ലാത്ത ബന്ധമുണ്ട്. തായ് വഴി അമ്മ വടക്ക, അച്ഛൻ തെക്ക, അങ്ങനെ തെക്കും വടക്കം ചേർന്നപ്പോൾ ഞാനിപ്പം വടക്കാറ്റ് വക്കീൽ. താങ്ക് യു കിട്ടി. അത് പറഞ്ഞു എവിടെയോ എന്തോ ഒരു തകരാറ്. ജോബിയണ്ണ അന്നൊന്ന് മാറിയിക്കണേ. ചേച്ചി എടുത്ത് മുട്ടയാണെന്ന് പറഞ്ഞു എടുത്തിടും. ഞാൻ പറയട്ടെ, ക്വാണ്ടിറ്റി, അതായത് വെള്ളം മാത്രമായിട്ട് കിട്ടിയ ക്വാണ്ടിറ്റി വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടേതാണ് കൂടുതൽ. നിങ്ങൾ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. ഇവർക്കൊരു 10 മിനിറ്റിന്റെ അഡ്വാൻറ്റേജ് കിട്ടും. ആ ലാസ്റ്റ് 10 മിനിറ്റിൽ ആണോ? അല്ല, നമ്മുടെ ലാസ്റ്റ് 10 മിനിറ്റിൽ നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം. എക്സ്ട്രാ 10 മിനിറ്റ്സ് അല്ല, 30 മിനിറ്റ്സ് ഉള്ളതിൽ ലാസ്റ്റ് 10 മിനിറ്റ്സ് നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോ അഡ്വാൻറ്റേജ് ടാസ്ക് കഴിഞ്ഞു. അപ്പൊ ഇനി ശരിക്കുള്ള നമ്മുടെ ടാസ്കിലേക്ക് കിടക്കാണ്. അപ്പൊ എന്താണ് ഇവർ കുക്ക് ചെയ്യേണ്ട ഡിഷ്? നിത്യ? അർജുൻ മാധവിക്ക് ചിക്കൻ കറിയും ഗീ റൈസും. ഒരു ചിക്കന്റെ എക്സൈറ്റ്മെന്റ് ആണ് കണ്ടത്. ഗീ റൈസും ചിക്കൻ കറിയാണോ? അർജുനും മാധവിക്കും. ഓക്കെ. ജോബി ചേട്ടന് അപ്പവും ചിക്കൻ സ്റ്റൂ. അപ്പം ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കറിയാമോ? ശരിക്കും പുള്ളിക്ക് സ്റ്റൗ എന്ന് അറിഞ്ഞൂടാ, പിന്നെയാണ് ചിക്കൻ. നോ പ്രോബ്ലം, ഞാൻ കൂടെ നിൽക്കല്ലേ. ധൈര്യമായിട്ട് ഞാൻ ഉണ്ട്. ജോബി ചേട്ടൻ കുക്ക് ചെയ്തിട്ടുണ്ടോ ഇതിന്റെ മുമ്പേ?
കണ്ടോ കഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആദ്യമായിട്ടാണോ? ആദ്യത്തേതും അവസാനത്തേതും. അപ്പൊ ആ ഭാഗ്യം ഞങ്ങൾക്ക് കിട്ടിയേക്കുന്നേ. ആണ്. ഇല്ല ഇതിനു മുമ്പേ കുക്ക് ചെയ്തിട്ടുണ്ട്. ഞാൻ വന്നിട്ട് പറഞ്ഞുതരാം. ഇത് ടേസ്റ്റ് ചെയ്തിട്ട് അറിയാം. അപ്പോഴും അറിയാം ബാക്കി Okay. ആർക്കാണ്. അല്ല, ഞാൻ ചിക്കൻ കഴിക്കാത്തോണ്ട് ജോണി ചേട്ടൻ ടേസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓ നമുക്ക് കിട്ടുന്ന വെച്ചല്ലേ. അല്ല എന്തായാലും ഈ റൗണ്ട് ചില അപകടം നമുക്ക് മണക്കുന്നുണ്ട്. കാരണം ഒന്നും അറിയാത്തവരാ. പിന്നെ അതെ. സൂപ്പർ സൂസനുള്ളതാണ് നമ്മുടെ രാജാവ്. അപ്പൊ നിങ്ങളുടെ ടാസ്ക് നിങ്ങളും നിങ്ങളുടെ ക്യാരക്ടറും കൂടെ, നിങ്ങളുടെ കൂടെയുള്ള ക്യാരക്ടറും കൂടെ ആയിരിക്കും കുക്ക് ചെയ്യാം. നിങ്ങളുടെ പാർട്ട്ണറിന് നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. മാധവിക്ക് ലാസ്റ്റ് 10 മിനിറ്റ്സിൽ അർജുന് ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ? അപ്പൊ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള 2 കാര്യങ്ങൾ. ഒന്ന്, നിങ്ങളുടെ ഭാര്യമാരെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല. അവർക്ക് ഇൻസ്ട്രക്ഷൻസ് തരാം, പക്ഷെ മാറി നിന്നിട്ട് ഇൻസ്ട്രക്ഷൻ തരണം. നിങ്ങളും കൂടെയുള്ള ഈ ഒരു ക്യാരക്ടറും ചേർന്നിട്ടായിരിക്കും കുക്ക് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ട്വിസ്റ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾക്ക് കുക്ക് ചെയ്യാൻ ഒരു കൈ മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേ കൈ നിങ്ങളുടെ കൂടെയുള്ള ക്യാരക്ടറിന്റെ കൈയുമായിട്ട് ചേർത്ത് കെട്ടിയിട്ടുണ്ടാവും. സോ കൈ കെട്ടാൻ നമുക്ക് ആദ്യം. അങ്ങനെ ആദ്യമായിട്ട് കുക്ക് ചെയ്യാൻ പോകുന്ന നമ്മുടെ ജോബി ചേട്ടനും കൂടെയുള്ള രാജമാണിക്യത്തിനും നിങ്ങളുടെ എല്ലാ അനുഗ്രഹ ആശസ്സുകളും ഉണ്ടായിരിക്കണം. അർജുന്റെ കാര്യം പിന്നെ എനിക്ക് അറിയത്തില്ല, കൂടെ നിൽക്കുന്ന ചെറിയ പാർട്ടി. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഗീ റൈസ് ആൻഡ് ചിക്കൻ കറി ഇവിടെ, അപ്പം ആൻഡ് ചിക്കൻ സ്റ്റൂ ആണ് റെഡി ആവാൻ പോകുന്നത്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചിക്കൻ പച്ചക്ക് തിന്നാൻ പറ്റുമോ? ഇല്ലില്ല, നമുക്ക് വറുത്തിട്ട് തിന്നാം. സമയം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഈശ്വര പ്രാർത്ഥന. ഈശ്വര പ്രാർത്ഥന. ഓക്കെ. ആ കാരണം രാജമാണിക്ക് ആയതുകൊണ്ടാണ്. അണ്ണ സെറ്റല്ലേ? കുഴപ്പമില്ല. ഓക്കെ, ഇനി തുടങ്ങാം. ഇതെങ്ങനെ കത്തിക്കട്ടെങ്ങനെ? കത്തിക്കണം. കത്തിക്കണ്ട, ഇപ്പൊ കത്തിക്കണ്ട. വേണ്ട, ഇപ്പൊ കത്തിക്കണം. അത് 2 സവാള കത്തി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. സവാള കത്തി. സവാളയല്ല, ഇത് അരിയണ്ടേ? ഇത് അരിയാൻ മറ്റേ കൈ മുറിയല്ലേ, കൈ മുറിക്കല്ലേ. ചേട്ടാ സിനിമയല്ലാതെ ഗ്യാസ് കത്തിക്കണം. കൊരങ്ങനെ അറിയാനൊക്കെ അറിയോ? കുരങ്ങ അരിഞ്ഞോണ്ടിരിക്കണല്ലേ കാണുന്നത്. ജോബി ചേട്ടാ ആദ്യം അതൊക്കെ അരിഞ്ഞിട്ട് ഗ്യാസ് കത്തിക്ക. ആദ്യം ഗ്യാസ് കത്തിക്കണ്ട. ഒരു കുക്കർ വരുമോ? ഇനിയൊന്ന് അലറിയേ, കുക്കർ വേണമെന്ന്. പെട്ടെന്ന് വിടന്ന് പറഞ്ഞാൽ എന്റെ വിരലാണ് എന്റെ കൈ ഇരിക്കുന്നത്. അതും കൂടെ അതിന്റെ കൂടെ അങ്ങ് പോകും. രാജമാണിക്കം, ഓ കണ്ണ് കാണുന്ന സൈഡിൽ അരിയിട്ടാ. ഉള്ളിയുടെ അടുത്ത് പറയാൻ പറ്റില്ല വലതോട്ടിക്കാൻ. ഞാൻ വലതോട്ട് നല്ലല്ലേ പറ്റും. എന്താ ഉള്ളിയെടുത്ത് ചെവിയിൽ വെച്ചത്? അത് ഇവൻ പറഞ്ഞു ചെവിയിലെടുത്ത് വെച്ച് ഞാൻ കണ്ണ് അറിയില്ല. ദൈവം തമ്മിലാണ് അറിയാം. അയ്യോ അതല്ല അർജുനെ, ഒരു ചെവിയിൽ വെച്ച ഒരു കണ്ണാ നോക്കാൻ പറ്റില്ല, 2 ചെവിയിലും വെക്കണം. എനിക്ക് അറിയാൻ പറ്റുന്നുണ്ട്. ഞാനാണ് മത്സരിക്കാൻ വന്നത്, നിങ്ങളാണ് ഇത് കാരണം ഞാൻ പട്ടിയെ പോലെ കിടന്ന് ജോലി ചെയ്യുന്നു. ഹരിച്ചേട്ടാ ഇത് ഒന്ന് ഗണിച്ച് പറയാൻ പറ്റുമോ? ഞാൻ ഈ ചേട്ടനും കൂടെയാണ് സംഭവം ഉണ്ടാക്കാൻ പോണത്. ചിക്ക ഏത് പരുവത്തിലാവും ഒന്ന് പറഞ്ഞുതരാം. നല്ല പരുവത്തിലാവും നിങ്ങളാ ഉണ്ടാക്കുന്നത്. രാജമാണിക്കത്തിൽ ഒരു കാര്യം പറയാനുണ്ട്. എന്റെ മുണ്ട് അഴിയാറായി. ബീൻസ് മുരിങ്ങക്കേടാ വലിയ മേട മോയ്. ഇത് കണ്ട, ഇത് നോക്ക്, ഇത് നോക്ക്, ഇത് 2 ഒരേ കളറാണ്. ഇതിനകത്ത് വന്ന് കയറി ഞാൻ വെച്ച് അരിഞ്ഞാൻ പിടിഞ്ഞ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആക്കിക്കൊണ്ടിരിക്കണ്ടേ കാണുന്നില്ല. നെയ്യോണ്ട് നമ്മൾ നെയ്ച്ചോറ് അതെ നിനക്കുള്ളതാ. മൊത്തം ഇരുന്ന് കഴിച്ചോളന്ന് കഴിയുമ്പോ വേറെ ആരും കഴിക്കില്ലാന്ന് തോന്നുന്നു. ചിക്കൻ പച്ചക്ക് തിന്നാൻ പറ്റുമോ? ഇല്ല, ഞാൻ വറുത്തിട്ട് തിന്നടാ. എന്നാ പിന്നെ ഈ അരിയൊക്കെ സെപ്പറേറ്റ് തരാം, തിന്നോ. കഴിച്ചോ. ഒരു ഉരുളക്കിഴങ്ങ് ഇവനെന്തൊരു തോൽവിയാടാ. ഉരുളക്കിഴങ്ങ് ചൊറിയാണ്. ആ ഉരുളക്കിഴങ്ങ് ഷേവ് ചെയ്യണ്. കരിഞ്ഞു പോവും വേഗം. ഇളക്ക്, അടി പിടിക്കാതെ ഇളക്ക്. ഇളക്ക ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഒരു ഗ്ലാസ് അരി പോരെ? മതി. വെള്ളം ഒഴിക്കാം. എടാ എന്റെ തലയിൽ ഒന്ന് അടങ്ങി എനിക്ക് പെണ്ണുപിള്ളേ. ഒന്നും അറിയില്ല. ആക്ച്വലി ഈ മാധവിക്ക് നന്ദിനി അങ്ങോട്ട് ചവിട്ടി കൂട്ടാൻ തോന്നുന്നു. ആർക്കൊക്കെ കൊതി വരണ്ടേ ഞങ്ങളുടെ ഗീ റൈസ് ഒന്നും വരുന്നില്ല. അപകടം ഞങ്ങൾക്ക് മണക്കുന്നു. കൊതിയല്ല, അപകടമല്ല സാർ, അത് ഗീ റൈസിന്റെ മണ. അർജുൻ ലെമൺ പിഴിഞ്ഞോ ചോറില്? ഇല്ല, ലെമൺ പിഴിഞ്ഞാൽ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. സെപ്പറേറ്റ് ആയിട്ട് കിട്ടൂലേ?
എല്ലാം കൂടെ മറിച്ചിടല്ലേ എണ്ണ പാവപ്പെട്ട ചേച്ചി കഷ്ടപ്പെട്ടാണ് ഈ സാധനങ്ങൾ മൊത്തം അതിനകത്ത് വാരിട്ട് മതി. ജോബിച്ചേട്ടാ, കുറേയായി. വാരിക്കോരിയിടുക. മഞ്ഞപ്പൊടി അത് മഞ്ഞപ്പൊടി അത്ര മതി അത്ര മതി ഇവിടെ എല്ലാം ഈ എന്തൊക്കെ വാരി പറക്കിയിട്ടാണ് ഇതിനകത്ത് കേട്ടോ എനിക്കറിയാൻ പറ്റും ഇവിടെ കിട്ടുന്ന എല്ലാ സാധനങ്ങളും പറക്കിയിട്ടാണ്. എടാ ദീപു ആ സൈഡിലിരിക്കുന്ന ചെറിയ ഗ്ലാസ് ഒക്കെ എടുത്ത് മാറ്റി അതെല്ലാം കൂടെ അയാൾ കുക്കറിൽ വാരി അതല്ല ഞാൻ ഓരോന്നോരോന്ന് മാറ്റി വെക്കുകയാണ് പുള്ളി കണ്ണി കണ്ണ മൊത്തം വാരിയിട്ടാണ്. ചോദിച്ചേട്ടാ അര സ്പൂൺ എന്ന് പറയുന്ന അളവാണ്. ആ സ്പൂൺ വാരി ഇടരുത്. മിക്കവാറും എടുത്ത് ചാടാൻ തോന്നുന്നു. ആവേശത്തിൽ നിൽക്കുകയാണ് എല്ലാം. ചേച്ചി പറയുന്നതാണ് ഈ ചേച്ചി ഇതെന്ന് പറയുന്നത് അപ്പനെ വാരിയിട്ടാണ്. ഗ്രാമ്പ് ഏലക്കൊക്കെ ഇവിടെ ഗ്രാമ്പ് വിലക്കൊന്നും കണ്ടു തന്നില്ല. വാഷർ വെച്ചോ വാഷർ അവിടെ മാറ്റി വെച്ചിരിക്കാം. വാഷറെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്തിനാണ് അതിന്റെ മലയാളം എന്തിനാണ് ചേച്ചി വാഷറിന്റെ മലയാളം എന്തിനാണ് ചേച്ചി എനിക്കറിഞ്ഞത് വാഷറിന്റെ മലയാളം ഇത് മലയാളത്തിൽ പറഞ്ഞു ഇത് റബ്ബർ അത് അഴുക്കി അതിന്റെ ടയറാണത്. അതെ ചോദിച്ചേട്ടാ അത് വാഷർ അങ്ങനെ കേറൂല. ഒരു കത്രി വെച്ച് അതിനെ കട്ട് ചെയ്യേ. അതൊക്കെയാ കേറണത്. അരയിൽ ചരട് വെട്ടാനല്ലത് രാജമാണിക്യം. അങ്ങനെയല്ല ഇതിനകത്ത് ഇത് നശിപ്പിക്കുള്ളൂ അണ്ണ നശിപ്പിക്കുള്ളൂ. ഇവരെ കൊണ്ട് കഴിപ്പിച്ചിട്ട് ബന്ധ് സംഭവം ബന്ധ് ആരെങ്കിലും വന്നു പണിയാണോ ഇത് ജോബിച്ചേട്ട ഇവിടെ പൊങ്കാൽ ഞാൻ പറഞ്ഞില്ല ഇത് വാഷർ പൊളിഞ്ഞു. ഇത് വാഷറിന്റെ ഭാഗത്തുള്ള തെറ്റാണ്. ഇത് വാഷർ ശരിയായിട്ടില്ല. ആ ഉരുളക്കിഴക്കൊക്കെ എടുത്തത് ഇത് ഉരുളക്കിഴങ്ങ് ഇടൂല. ഉരുളക്കിഴങ്ങ് രണ്ട് ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്ത വാഷറിന്റെ സൈഡിൽ വെക്ക്. കേക്കൂ ഈശ്വരേട്ടാ സംഭവം ചേട്ടനാണ് ഇതിന്റെ ടേസ്റ്റ് നോക്കണത്. തീരുമാനമായി. കിഷോർ വന്നപ്പോഴേ ഞാൻ കരുതിയിരുന്ന മാറിയില്ല ഞാൻ ചെയ്യാതെ നിങ്ങൾ ചെന്നേരം പിടിച്ച ഇനി അതിനെ കൊണ്ട് അങ്ങ് പോകും. ചേട്ടാ എന്തുണ്ടാക്കണേ എന്തുണ്ടാക്കണേ കുക്കർ പുഴുങ്ങിയത്. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്തോട്ടെ പോയിട്ട് സങ്കടം തോന്നുന്നു. എനിക്ക് ഭയ അതുപോലെ ചെയ്ത ആളിന്റെ അവിടെ 2 വിസിലും വന്ന് അതങ്ങനെ ആദ്യം പ്രസ് ചെയ്തിട്ട് ഊത്. അങ്ങനെ ഇങ്ങോട്ടല്ല അതിനകത്തോട്ട് ഊത്. ഇല്ല അതുകൊണ്ട് അവിടെ ഓണാക്കിയില്ല. ഓണാക്കി വെച്ചിട്ടാണ് ഈ പണിയൊക്കെ ചെയ്യണേ. ഓണാക്കിയോ പിന്നല്ല പരിപാടി വിജയിച്ചു. എന്റെ ചേട്ടന്റെ മോളുടെ കല്യാണത്തിന് ഇവരെ കൊണ്ട് വേണം 3000 പേരുടെ സദ്യ ഉണ്ടാക്കിയാൽ. ആരും മിണ്ടല്ലേ വിസിലടിക്കുന്നു. അപ്പത്തിന്റെ മാവില് ഒരു അര സ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് കലക്കി അപ്പുറത്ത് അപ്പച്ചട്ടി വെച്ച് അപ്പം ഉണ്ടാകും. സമയം അർദ്ധരാത്രി 12 മണി. പോയിന്റ് അല്ല അത് സവാളയുടെ കൈയടി വായിക്കൂര വേഗം വരട്ടെ. അങ്ങോട്ട് പോയല്ലോ നമ്മള് ജയിക്കട്ടെ ഇത് ഞങ്ങള് എടി അവിടെ എന്താണ് ഇതെന്തെന്നറിയാമോ അയ്യോ നല്ല കാര്യം ജോയിച്ചേട്ടാ ചട്ടിയുടെ പുറത്ത് ആദ്യം അടപ്പെടുത്ത് വെക്ക്. പറയുന്ന കേക്ക് അടപ്പെടുത്ത് വെക്ക്. അടിപൊളി ഇഡലി റെഡി അപ്പം റെഡി കഴിഞ്ഞോ പിന്നെ രണ്ടും ചേട്ടാ ഒരാഴ്ച പിടിക്കും വേവാൻ. ഒരാഴ്ച പിടിക്കും. മാവ് അവിടെ തല പോയെന്നാണ് അവിടെ തല പോയെന്നാണ് ഞാൻ പിടിച്ചോളാം. ചെറിയ ചെറുവ തലയിൽ വെക്കൂ. ഇനിയാണ് കളി കാണാൻ പോകുന്നത്. എന്തുവാ ചെയ്യണേ? എന്താ അത് കളിച്ചെടുത്തൂടല്ലേ? അപ്പൊ എന്തായി? അപ്പൊ
കരിഞ്ഞ കരഞ്ഞില്ല കരഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല എന്നാ കുറെ അത് എന്നതാ അത്? ഇതാണ് അപ്പം. ജോബി ചേട്ടൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ഉണ്ടാക്കിയ അപ്പമാണ് സുഹൃത്തുക്കളെ. ജോബി ചേട്ടന്റെ അപ്പം. അവിടെ അപ്പായാ ഇവിടെ ചിക്കൻ കറി കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഇങ്ങനെ പരത്തി ഇങ്ങനെ കറക്കിയത് കുറച്ച് മാവ് ഒഴിച്ചാൽ മതി. കുറച്ച് മാവ് ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിക്ക് ചുറ്റിക്ക് ഇങ്ങനെ കറക്കണ്ട ഇങ്ങനെ കറക്കണ്ട വേണ്ട അന്റാർട്ടിക്കയുടെ ബോർഡായി അന്ന് ഇങ്ങനെ കറക്കണമെന്നാ ഇങ്ങനെ കറക്കിയാലേ അതിന്റെ ഇത് വരൂ. ഇത് വേണ്ട ഇത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വന്ന് പ്രേക്ഷകർ കാണട്ടെ. കണ്ട ജോയിച്ചിട്ട് തേങ്ങ ചിരണ്ട് തേങ്ങ അവിടെ തേങ്ങ കരുവല്ലേ ഉള്ളൂ നമുക്ക് സമയമുണ്ട്. ലാസ്റ്റ് 10 മിനിറ്റ്സ് ആണ്. 10 മിനിറ്റ് കൂടെ ഉള്ള സമയം. ആണോ? അപ്പൊ അരി പൊള്ളു വേവും. അവർ ഉറക്കം അരി വേവും അരി correct വേവാ. ഇത് കഴിയുമ്പോ പറയണേ. വെള്ളം അവസാനത്തെ 10 മിനിറ്റ് ആയില്ലേ? അപ്പൊ അതിന് ജോയിൻ ചെയ്യാലോ. ഇവർക്കൊരു ഇത് കഴിയുമ്പോ ഒന്ന് വിളിക്കാം. ഞാൻ ഒരു ഉറക്കം ഉറങ്ങാൻ. നിങ്ങളിവിടെ ഏഴുമല പൂഞ്ചോല കളിച്ചോണ്ടിരിക്കണല്ലോ. പോരെ അയ്യോ ഇത്രയും കുറച്ചുകൂടെ വേണമെന്ന് ഉറങ്ങിക്കഴിഞ്ഞു അതാ അയ്യോ, ചെലവ്. ജോയിച്ചിട്ട് കുറച്ചുകൂടെ വേണം. അതെ ജോബി ചേട്ടാ അപ്പം കരിഞ്ഞില്ലേ? അപ്പം കരിഞ്ഞ് ഇത് അരച്ചതിനകത്ത് ചേർക്കാനുള്ളതാ. നമുക്ക് തിന്നാല്ലേ? ഇത് ഉപ്പുമാവല്ല ഇവിടെ ഡിഷിന്റെ പേര് മാറ്റിയ പോരെ? ഉപ്പുമാവും ചിക്കൻ കറിയും ബെസ്റ്റാ. മതി പിന്നെന്ത്? പിന്നെ 2 വിസിലായി. ചോദിച്ചേട്ടാ ജോബി എന്തോ ചിക്കൻ ഓഫ് ചെയ്തോ? 2 ആയില്ലേ? ഓഫ് ചെയ്യാൻ അവിടെ അല്ല പിടിച്ചു അതിലല്ല. എന്റെ പൊന്നെ ഇയാളെ അതിന്റെ പുറത്ത് കയറ്റിയെടുത്ത് ചന്ദ്രനെങ്ങാനും കേട്ടോ ഒരു തേങ്ങ അറിയത്തില്ല കേട്ടോ. ഇത് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഇത് എന്താണെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. ഏതാണ് ജോബി ചേട്ടൻ ചെയ്തൊരു സംഭവം ഈ മാന്യ വ്യക്തി ഇതിന്റെ രാസനാമം എന്താണെന്നൊന്ന് പറഞ്ഞു തരണേ. ഇദ്ദേഹം അപ്പോ എന്നാണ് പറഞ്ഞത്. ഏത് പരുവത്തിലെന്ന് എനിക്ക് അറിഞ്ഞൂടാ ചേട്ടാ. തേങ്ങ ചിരണ്ടി തേങ്ങ ചിരണ്ടി പെട്ടെന്ന് എടുക്കും കുട്ട്. എങ്ങനെ പറയാതിരിക്കണോ? ഇതൊന്ന് കൊണ്ടാക്കി വെച്ചേക്കണുണ്ടോ? ആ ചെരണ്ടി തേങ്ങാണ് ഒരാൾ വാരി തിന്നുകയും ചെയ്ത്. എന്തൊരു ഒത്തൊരുമയുള്ള ടീമിനെ നിങ്ങൾ കൊടുത്തേക്കുന്നത്. ഒരു വിഷം അങ്ങോട്ട് ഇല്ല. ചോറിൽ ഉപ്പില്ല. ജോബി ഒരപ്പം ശരിയായിട്ടുണ്ട്. അത് മതി. കോഴി കോൺസെൻട്രേറ്റ് ചെയ്യ്. കോഴി ഇപ്പൊ അത്യാവശ്യം കാണിക്കാനുള്ള ഒരു അപ്പം ആയി കഴിഞ്ഞു. ഇനി നമുക്ക് കോഴി. ശരിക്കും ഒരു വെക്കുന്ന കോഴിക്കറിയിലെ കോഴി ഇരിക്കുന്നത്. ബെസ്റ്റ് കോഴി അതിനകത്ത് ഇട്ടില്ലേ? കോഴി ഇട്ട അതിനകത്ത് എന്റെ പൊന്നെ കോഴി അണ്ണ കോഴി ഇട്ടില്ലേ? നല്ല കാര്യമാണ്. നിങ്ങൾ കോഴി ഇട്ടെന്നുള്ള വിശ്വാസം നിങ്ങൾ എന്താ എടുത്തിട്ട് അതിനകത്ത് എന്തോ പക്ഷെ നോക്കിയാണ് ഞാൻ ഇതെല്ലാം ഇട്ട ഓർമ്മയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് കറിയാണ് നിങ്ങൾ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്ത? കറിയുടെ പേരെന്താ? സാമ്പാർ ഇരിക്കണ തേങ്ങ അതിന്റെ പേരെന്താ? കൊണ്ടുവന്ന ചിക്കൻ അതേപോലെ ഇരിപ്പുണ്ട്. പക്ഷെ ഇതെന്തൊരു മനുഷ്യനാണ്. ഞാൻ ഇത് വന്നപ്പോഴേ പറഞ്ഞു ഇതൊരു വലിയ 1.5 മുതലാണ്. ഞാനേ ജോഫിയുടെ വർത്താനം കേട്ടാ വീട്ടിലെ മുഴുവൻ പണി ജോഫി ചെയ്യുന്നു. എന്നിട്ട് വളരെ കൃത്യമായ രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ചേട്ടാ അത് ചെയ്യ്, ചേട്ടാ ഇത് ചെയ്യ്, ചേട്ടാ അത് ചെയ്യ്. അതുപോലും അനുസരിക്കാത്തൊരു മനുഷ്യനെന്ന് പറഞ്ഞാൽ ഒരു കുക്കറിന്റെ വാഷർ ഞാൻ അവിടെ ഇരുന്ന് പറഞ്ഞ കട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ അതുപോലെ കട്ട് ചെയ്യണമെന്നേ. അല്ല ഞാൻ ചോദിക്കുന്നത് അതിനകത്ത് വെള്ളം മാത്രമേ ഉള്ളൂ കുക്കറില്? അല്ല നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോ അറിയാൻ പറ്റും. ഇനി ഇടാൻ പറ്റില്ലല്ലോ ഇത്. ഇട്ടിട്ടുണ്ട്. ആ കോഴി ശരി.
പക്ഷെ ഇത് തിന്നു തീർക്കണം ഇവിടെ നിന്ന്. അത് ഞാൻ വരുന്നുണ്ട്. അവിടുത്തെ യുദ്ധം കഴിഞ്ഞു വന്നപ്പോ ഇവിടെ എന്തായി എന്നുള്ള അറിയത്തില്ല. നോക്കട്ടെ കേട്ടോ. ഇവിടെ സെറ്റാണ്. ഇവിടെ സെറ്റാ ഉപ്പുമാവ ചിക്കൻ കറിയും. കിഷോറേട്ടാ ഒരു ഡൗട്ട്. കിഷോറേട്ടാ, ഈ ഒരിത്തിരി വേവ് കൂടിയിട്ടുണ്ടെങ്കിലേ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഊറ്റിക്കളഞ്ഞാ ഓക്കെ ആവോ? ഏറ്റവും എളുപ്പം എന്താണെന്നറിയാമോ? കളയാനാണോ? കുക്കറോട് കൂടി എടുത്ത് കളയാനാണ് ഏറ്റവും എളുപ്പം. അല്ല നിങ്ങളുടെ അപ്പത്തിനേക്കാളും നല്ലത് പൊങ്കാല റെഡി ആയിട്ടുണ്ട്. ഇത് രണ്ട് കൊണ്ട് ഈ മുന്തിരിയും ഈ സംഭവങ്ങളും കറക്റ്റ് പൊങ്കാലായി. അയ്യയ്യ, നമ്മൾ വേവിക്കാത്ത കാര്യമായി. ഇത് ഇവര് വെച്ച ഗീ റൈസ്, ഇത് വെക്കാൻ കൊടുത്ത റൈസ്. ഓക്കെ, സെറ്റാണ്. കറക്റ്റ് ടൈം ആട്ടോ. ജോബി ചേട്ടാ, നിങ്ങൾ എന്താ ശരിക്കും ഉണ്ടാക്കാൻ പോയത്? ഇത് കഴിച്ചു നോക്കണം, അപ്പൊ അറിയാം. അപ്പാണെന്ന്. അപ്പൊ പിന്നെ ഏതാണ്ടൊക്കെ കുക്കറിലിട്ട് അടിച്ചല്ലോ, അതെന്തായിരുന്നു? അത് തുറക്കാൻ വയ്യ, അതല്ലേ? അതിന്റെ വിസിൽ പോയിട്ട് തുറക്കരുത്. നോക്കൂ, എന്തോരം കഷ്ടപ്പെട്ടാന്നറിയാം ഈ പാവപ്പെട്ട മനുഷ്യ ഈ അവിയലുണ്ടാക്കിയത്. അവിയലിനുള്ള സാധനങ്ങളൊക്കെ അതിനകത്ത് എല്ലാം ഉണ്ടാകുന്നു. നോക്കണേ ഉണ്ടാകുന്നു. അതിനകത്ത് പാത്രം സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡൗട്ട് ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇട്ടിട്ടില്ല, ഒന്നും ഇട്ടിട്ടില്ല. ചിക്കൻ വേസ്റ്റ് ആക്കാതെ ഇവർക്കൊന്നും അറിഞ്ഞിടാത്തോണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് ചിക്കൻ വെച്ച് കുറച്ച് നന്നായിട്ടൊന്ന് ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോഴും അവര് ശരിയായിട്ട് ചെയ്യുന്നില്ല. അത് പിടിക്കണ്ട. അതിലെന്ത് സാധനം ഉള്ളേ? വെജിറ്റബിൾസ് എല്ലാം ഉണ്ടായിരുന്നു. ചേട്ടാ അവർക്ക് കാണിച്ചു കൊടുക്കണം. വെജിറ്റബിൾ സൂപ്പ് വേണമെങ്കിൽ ഇല്ല, ഇറച്ചി ഉണ്ട്. ചിക്കൻ വെജിറ്റബിൾ സൂപ്പ് മാറിയില്ല, വേവ് മാറിയില്ല അങ്ങോട്ട്. എല്ലാം ഉണ്ട്, സാധനങ്ങളെല്ലാം ഉണ്ട്. ചിക്കൻ ഉണ്ട്, പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് ഇട്ടിരുന്ന ഉരുളക്കിഴങ്ങുണ്ട്, പിന്നെ ക്യാരറ്റ് ഉണ്ട്. ഇനി എല്ലാരും കൂടെ ചേർന്ന് ഇതിനോട് പേരും കൂടെ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റായി. ചിക്കൻ കറി സെറ്റായി. ഞങ്ങളുടെ കറിയും ഗീ റൈസ് പോലെ എന്തോ ഒന്നും സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ ഇവിടെ ഒന്ന് ടേസ്റ്റ് ചെയ്യണം. വാ, ചെറിയ പാത്രത്തിൽ വെക്കേണ്ടതല്ല. ഇതെല്ലാം കൂടി വെച്ച് ഡെക്കറേറ്റ് ചെയ്യണം. ലോകത്തിലെ മലയാളികൾ മൊത്തം കാണണം. ഇതൊരു ചെറിയ പാത്രത്തിൽ വെക്കേണ്ടതല്ല പൊന്നുമുത്തേ. ഇത് നാളെ നമുക്ക് ടൗൺ ഹാളിൽ പൊതുദർശനം വെച്ചാലും നല്ലതായിരിക്കും. ഒരുപാട് ആൾക്കാർ വന്ന് കയറും, കാണും. ജോബി ചേട്ടന്റെ ലീലാവിലാസങ്ങൾ എന്ന് പറഞ്ഞു വെക്കാം. ഇതിന് ഡെക്കറേറ്റ് ചെയ്യാം. ഇനിയുണ്ട്, തക്കാളിയുണ്ട്. തക്കാളി കൂടെ വെച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റ് ആവും. മാരിനേറ്റ് ചെയ്യാനുണ്ട് അല്ലേ? പുള്ളി പറഞ്ഞാണ്. എന്തായാലും കിഷോറിനെതിരെ ഇഷ്ടം നോക്കിയേ പറ്റുള്ളൂ, കാരണം കരാറിലുണ്ടല്ലോ. അല്ലല്ല, കിഷോറേട്ടനെയാണ് നമ്മൾ സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി വിളിച്ചത്. പ്ലീസ്, നിങ്ങൾ രുചിച്ചതിന് ശേഷം എന്നിട്ട് നിങ്ങളുടെ അഹങ്കാരത്തിന് ഒരു ഗുരുവില്ലേ? എന്താ സാധനം കൊണ്ട് തീറ്റിപ്പിക്കണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. അടിപൊളി സൂപ്പ്. തൊഴുതു നിന്നു പ്രദോഷമായി അകലുമാത്മമനോഹരി നീ എന്റെ പ്രാണനിൽ. ഞാന് എന്റെ ഗുരുവിന്റെ സ്ഥാനത്ത് കാണുന്ന ഒരു മനുഷ്യനാണ്. കൊല്ലാതിരിക്കാൻ പറ്റും. അല്ല, നിനക്ക് വേറെ ഈ സാധനം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ചിക്കൻ കടയില് ചിക്കന്റെ പീസ് കട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം ഇറങ്ങി, അത് ഒരു പുഴയുടെ സൈഡിലാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വെള്ളം ഇറങ്ങി അതിന്റെ കൂടെ കുറെ ചിക്കനും കുറെ പച്ചക്കറിയും കൂടെ ഒലിച്ചു പോയ ഒരു സാധനം. ഇതിനെയാണോ സ്റ്റൂ എന്ന് പറഞ്ഞു നിങ്ങൾ? മനസ്സിലായല്ലോ. പല കഥകളും ഞാൻ പറയാൻ നേരത്തെ പറയരുത് ഇദ്ദേഹം പറയുന്നത് എന്തുകൊണ്ടാണ്? പിള്ള മനസ്സിൽ കള്ളമില്ലെന്നാണ്. ഇത് മുതുക്കനാണ്, മുതുക്കൻ. ഇതുപോലത്തെ കിട്ടിയിട്ടുണ്ടോ? ഇത് ഞങ്ങളുടെ ഇത് അത് ഞാൻ നോക്കാം. അല്ലല്ല, അയ്യോ, അതിന് തരല്ലേ. സോമാലിയല്ല ഭൂപടം കണക്കിരിക്കും. ഇത് നന്നായിട്ടുണ്ട്. അതിനിടെ ഇവൻ തെറ്റിച്ചാണ്. ഇത് നന്നായി. ആരോ പറഞ്ഞു, അശ്വതിയാണ് പറഞ്ഞു ആദ്യമായിട്ടാണ് പുള്ളി അപ്പം ഉണ്ടാക്കുന്നത്. അല്ല,
പറയട്ടാ. ആദ്യത്തെ അപ്പേ ഈ പെർഫെക്ഷൻ കിട്ടിയപ്പോ ഇവിടെ ഒരു ജാടയുണ്ട്. പിന്നീട് ഇങ്ങനെ കിടന്നു. ഇത് പറയട്ടെ, അത് ആദ്യം അപ്പം ഉണ്ടാക്കിയ കഥ. പുള്ളിയുടെ വീട്ടിൽ ചെന്നപ്പോ പുള്ളി ആദ്യം എനിക്ക് അപ്പം ഉണ്ടാക്കി തന്നു. അതിൽ സോഡാ പൊടിക്ക് പകരം ബ്ലീച്ചിങ് പൗഡർ ഇട്ട മരുമോനാണ് ഈ നിൽക്കുന്നത്. അതെടുത്ത് പിച്ച് നോക്കിയ സമയത്ത് ജില്ലാ ആശുപത്രിയുടെ മോർച്ചറി കയറിയ ഒരൊറ്റ എഫക്റ്റ് ആയിരുന്നു. ഓർമ്മയുണ്ടോ അത്? പണ്ട് എനിക്ക് പറയാനുണ്ട്, ഞങ്ങൾ പ്രോഗ്രാം കഴിയുമ്പോഴേ ഞങ്ങളുടെ പ്രോഗ്രാം എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കണ മാവ് അരച്ച് അവരുണ്ടാക്കി ഞാൻ പറയാൻ പറ്റും. ഈ അപ്പത്തിൽ നിങ്ങൾക്ക് ഒരു പങ്കും കാര്യം ഇത് അരച്ചത് നിങ്ങളല്ല. മേഡം അതിന് ടേസ്റ്റ് രുചി അറിയണമെങ്കിൽ നീ നേരത്തെ പറഞ്ഞ പോലെ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കാം. ഇനി ഇവരുടെ ഇത് അതെങ്കിലും ഒന്ന് ടേസ്റ്റ് ചെയ്യാം. ഈ റൈസ് മറ്റേത് ഞാൻ ഏറ്റെടുത്തില്ല. ആ പാപം മൊത്തം ഞാൻ ഏറ്റെടുത്തു. അതെ, ചിക്കൻ കറി ചിക്കനും എടുക്കണേ. ഫ്രീ റൈസ് ചിക്കൻ എടുക്കണേന്ന് പറഞ്ഞതിനകത്തൊരു അപകടമുണ്ട്. കൂടെ എടുത്താൽ ആ ടേസ്റ്റ് ഒരപകടമില്ല. ഉപ്പ് ഏതാണ്ടൊക്കെ കൂടെ വെക്കാനുണ്ട്. അതായത് എരിവ് അങ്ങോട്ട് പിടിച്ചിട്ടില്ല. ഒരു കറിക്ക് വേണ്ടത് ജോബിക്ക് പറ്റിയ എതിരാളിയായിരുന്നു. അതാണ് സത്യം. ഞാൻ അതാ മനസ്സിലാക്കിയത്. എങ്ങനെ നമ്മുടെ ഡയറക്ടർ കറക്റ്റ് ടീമിനെ കൊടുത്തായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അങ്കമാലിയായിട്ട് അർജുനോ ആയിരുന്നെങ്കിൽ ചിലപ്പോ ഭയങ്കര. പക്ഷെ ഇത് എനിക്ക് തോന്നുന്നു കേട്ടോ. ശരി, ഇതൊരു മത്സരമായിട്ട് ഞാൻ അതിനെടുക്കുന്നേ. എനിക്കൊരു ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു കുക്കിംഗ്. ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഡിഷ് പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ കാണിച്ച ധൈര്യത്തിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വേറെ എന്ത് വേണമെന്ന് പറയാം. ഒരാൾ ഇപ്പോഴും ക്യാരക്ടർ വിട്ടിട്ടില്ല, അതേ നിൽക്കുന്നു. രാവിലെ പല്ലേ. അതെ അതെ, നിങ്ങളുടെ ചിക്കൻ കറിക്കും ഗീ റൈസിനും തരാൻ ഇത് കൂടുതൽ സമയം ഇവിടെ ഇല്ലാത്തതുകൊണ്ടും ഞങ്ങൾക്ക് ഇത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ ചിരിച്ചിരിച്ച് വയറുവേദന ആയതുകൊണ്ടും തൽക്കാലം ഇത് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ താങ്ക് യു എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. അല്ല, ഒരു കാര്യം കൂടെ പറയണേ. ഇത് നേരത്തെ ജോണി ചേട്ടൻ പറഞ്ഞ പോലെ ഇതുപോലെ ആണെങ്കിൽ അവര് തന്നെ വെച്ച് അവര് തന്നെ ടേസ്റ്റ് ചെയ്ത് നമുക്ക് എന്തായാലും ഇത്ര സ്ഥിതിക്ക് അവിടെ ഇരുന്ന് മാർക്ക് പറയാം. ഇത്ര ആയ സ്ഥിതിക്ക് ഒരവസരം കൂടി അവർക്ക് കൊടുക്കുക. സീറ്റിൽ പോയിരിക്കാൻ പറ. Go to your classes, go to your seats. എല്ലാരും പൊക്കോ. കൈപ്പുണ്യം കൊണ്ട് നമ്മുടെ മനസ്സ് കീഴടക്കാൻ വേണ്ടി അടുത്തതായിട്ട് വേദിയിലേക്ക് വരികയാണ് ദേവൻ ചേട്ടൻ. കൂടുതൽ സപ്പോർട്ടിന് വേണ്ടി അവന് ചേച്ചി കൂടെ വേണമെങ്കിൽ വരാം. അപ്പൊ റെഡിയല്ലേ? ഇതുവരെ ഇവിടെ നടന്ന അംഗമൊക്കെ കണ്ടല്ലോ അല്ലേ? അതെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോബിയുടെ കുറെ കുക്കിങ്ങിന്റെ എല്ലാ ബാലപാഠങ്ങളും പുള്ളിയുടെ പഠിച്ചു. ഇവിടെ പൊട്ടിത്തെറിച്ച് ഈ സ്റ്റുഡിയോ നമ്മുടെയൊക്കെ. അല്ല, ദേവൻചേട്ടൻ ശരിക്കും കുക്ക് ചെയ്യാറുണ്ടോ? ഞാൻ കുക്ക് ചെയ്യുമായിരുന്നു. ഇപ്പൊ എന്നെ ശ്രീമതി സമ്മതിക്കാറില്ല. ഓ, ആ ചേച്ചി കുക്ക് ചെയ്യും. നമ്മുടെ ഫുഡല്ല കൂടുതലും ചെയ്യുന്നതെന്നേ അമേരിക്കൻ റെസിപ്പീസ്. പക്ഷെ ചേട്ടൻ ചോറും പരിപ്പ് കറി ഒക്കെ വെച്ചിട്ട് സിയോണയ്ക്ക് കൊടുക്കുമായിരുന്നു പറഞ്ഞു. സിയോണ വിളിച്ചപ്പോ പറഞ്ഞു സിയോണയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ്. അല്ല, ഇവിടെ വന്നിട്ട് എന്താ ഈ അമേരിക്കൻ റെസിപ്പീസ് പരീക്ഷിക്കാറുള്ളത്? ചെയ്യാൻ സമ്മതിക്കില്ല. അല്ല, അത് ഞാൻ കഴിച്ചിട്ടില്ലല്ലോ. ഓക്കെ, നമ്മളിവിടത്തെ ഡെയിലി കഴിക്കുന്നതല്ലേ ഈ ചോറും കറികളൊക്കെ. അപ്പൊ ഞാൻ വിചാരിക്കും വെറൈറ്റി. പിന്നെ ഉള്ള കഞ്ഞി പാറ്റ ഇട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു ഞാൻ. ഓക്കെ, അടിപൊളി. അപ്പൊ എന്താ ആരാ നിങ്ങളുടെ കൂടെ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം അല്ലേ? ഭീമൻ രഘു. അദ്ദേഹത്തിന് ആ ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും അല്ലേ? ദേവൻ ചേട്ടനത് തന്നെ വരണം. എനിക്കിത് വരണം. కొరమంటూ చూస్తారు, పొట్టి పొట్టి కౌని వేస్తే పట్టి పట్టి చూస్తారు. ఒక కాదు కౌను కాదు కట్టులోన ഇത് നമുക്ക് പണി തരാൻ തന്നെ വന്നാ തോന്നുന്നു. ఉంది ఈ మగ బుద్ధి వంకర బుద్ధి. വിനാശകാലേ വിപരീത ബുദ്ധി. പാലക്കാട് വിക്ടോറിയ കോളേജിലെ പുറേ നടിച്ചു മാറ്റിയ കൊലയാ. കായൽപ്പം പഴുത്തു, പക്ഷെ പടവലം പച്ചയാ. കൊല്ലാനും ചാവാനും ഞാൻ റെഡി.
അയ്യോ കൊല്ലം ചാവൊന്നും വേണ്ട. ചാവുകൊണ്ടും വേണ്ട, സപ്പോർട്ട് ചെയ്താൽ മതി. ഗ്യാങ്കറിങ് ചെയ്യാം. ആ ആയിക്കോട്ടെ പ്ലീസ്. ഞാൻ കുറെ നേരം നമുക്ക് കുറച്ച് കുക്ക് ചെയ്യാൻ മതി. കൊല്ലണ്ട. പേര് കണ്ടാൽ അസുരന്റെ ലുക്കാണല്ലോ. യമുനാ നദി. നിത്യ രക്ഷിക്കൂ. വെച്ച പലഹാരമായിട്ട് നിത്യയുടെ മുമ്പിലോട്ട് ഞാനൊരു വരവുണ്ട് ബസന്തി. ദേവേട്ടൻ പേടിക്കണ്ട, സ്റ്റാർട്ടിങ്ങിൽ ഇച്ചിരി പ്രശ്നം ഉണ്ടാവുള്ളൂ, പിന്നെ ഓക്കെ. സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ മാറിയോ? പണിയെടുക്കാൻ തുടങ്ങി ഒക്കെ ശരിയായിക്കോളും. ഫസ്റ്റ് മേടിച്ചിട്ട് ഞാനിവിടം വിട്ട് പോകൂ. എന്നാ നമുക്ക് ഇന്ന് ഇവിടെ തന്നെ കിടക്കേണ്ടി വരും. ഇച്ചിരി അങ്ങോട്ട് നീങ്ങി നിൽക്കൂ. വലിയ ഉപകാരം. അപ്പൊ ഇവരൊന്ന് സപ്പോർട്ട് ചെയ്യണം. പരിചയപ്പെട്ടല്ലോ അല്ലെ? സന്തോഷമായല്ലോ. ഓക്കെ, എന്നാ നമുക്ക് നമ്മുടെ അടുത്ത കപ്പലിനെ വിളിക്കാം. അടുത്തതായിട്ട് ഇവരോട് മത്സരിക്കാൻ വേണ്ടി നമ്മുടെ വേദിയിലേക്ക് എത്തുന്നു ഹരിച്ചേട്ടൻ, സബിത ചേച്ചി. എന്തറിയോ, എനിക്ക് ഇതുവരെ ഇതൊരു പുട്ടൂറ്റിയായിട്ടാ തോന്നിയിരുന്നത്. ഇതിപ്പോ ഹരിച്ചേട്ടന്റെ കയ്യിലിരിക്കുമ്പോ എനിക്ക് ഇതൊരു ഏലസ് ആയിട്ട് തോന്നുന്നു. ഞാൻ സത്യത്തിൽ ഇത് കൊണ്ടുവന്നതാണ്. കാരണം ഞാൻ ദേവൻ ചേട്ടനെ പറ്റി രഹസ്യമായിട്ടൊരു എൻക്വയറി നടത്തിയപ്പോൾ അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ പാചകം ചെയ്ത് പാചക വിദഗ്ധരായ ഒരു മനുഷ്യനാണെന്ന് ഞാൻ മനസ്സിലാക്കി. അദ്ദേഹവുമായി ഏറ്റുമുട്ടേണ്ട ഒരു ധൈര്യത്തിന് മന്ത്രം എഴുതി കൊണ്ടുവന്നാ. ഇതിനകത്ത് ആരാ ഉള്ളതെന്നൊന്ന് നോക്കിയാരെ. ഹരിയുടെ സ്വഭാവമായിട്ട് ഒരു ബന്ധമില്ലാത്ത ഒരാളിനായിരിക്കും ചിലപ്പോൾ കിട്ടാൻ പോകുന്നത്. അതെ അതെ, ഒരു ആരായിരിക്കും. My biological name is Michael Elias Jackson Elias Vikram Elias. കളി കളി ഹരി കളി ഹരി കളിക്ക് കളിക്ക്. ആ സമയത്ത് കളിക്ക്. കറണ്ട് അടിച്ച് പിടിച്ചു. എപ്പോഴാ കറണ്ട് അടിച്ചേ? എപ്പോഴാ കറണ്ട് അടിച്ചേ? അയ്യോ ഇത് അമേരിക്ക പോയ പഠിച്ചതാ. നിങ്ങൾ നേരത്തെ പരിചയക്കാരല്ലേ? അതല്ലേ നിങ്ങളുടെ ഇംഗ്ലീഷ് ഞാൻ കേൾക്കാറുണ്ട്. ഭയങ്കര നോളജ്. ഏറ്റുമുട്ടുന്നുണ്ടോ? ഇല്ല. ഒന്ന് പറയൂ. ഒരിക്കലും ഇല്ല. ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ്. അതാണ് നോട്ട് ഓൾ ദി ബട്ട് ഓൾസോ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്. അതാണ് അതിന്റെ അർത്ഥം അതാണ്. നമ്മൾ എത്രയോ കൊല്ലം അമേരിക്കയിൽ ധാരാവിൽ കിടന്ന് കഷ്ടപ്പെട്ടിരിക്കുന്നു. എനിക്ക് ഈ ടീം കിട്ടിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇവര് വെക്കുന്ന ആ പാചകം വെക്കുന്ന കറി ഉണ്ടല്ലേ, ആരെങ്കിലും കഴിക്കും മരിക്കും. ഇപ്പോൾ വക്കീലുണ്ടല്ലോ, വാദിക്കാൻ കുഴപ്പമില്ലല്ലോ. മാത്രം ധാരാടാ വിക്രമായതാ. എടാ തവളക്കണ്ണ ഒന്നും മിണ്ടായിരിക്കാവണോ നീ? നിങ്ങൾ രണ്ടുപേരും ഒന്നും മിണ്ടാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഗെയിമിന്റെ റൂൾസ് ഒന്ന് പറയാം. നിങ്ങൾക്ക് ഇപ്പൊ കിട്ടാൻ പോകുന്നത് ഒരു അഡ്വാൻറ്റേജ് ടാസ്ക്. നമ്മൾ എല്ലാവർക്കും കൊടുത്തതുപോലുള്ള ഒരു അഡ്വാൻറ്റേജ് ടാസ്ക് ആണ്. അതിൽ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തേങ്ങ ചിരണ്ടണം. അപ്പൊ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ചെയ്യാട്ടോ. എനിക്ക് ചിരണ്ടാമോ? ഓ പിന്നെന്താ, തേങ്ങ ചിരണ്ടിൽ ഞാൻ സൂപ്പറാണ്. ആ എന്നാ പിന്നെ അത് കണ്ടോട്ടെ. അപ്പൊ ആർക്ക് വേണമെങ്കിലും തേങ്ങ ചിരണ്ടാം. എനിക്ക് ചെയ്യാവോ? ഓ പിന്നെന്താ, തേങ്ങ ചിരണ്ടിയിട്ട് ആ ഒരു മുറി കഴിയുമ്പോഴേക്കും അടുത്ത ഇത് വേണമെന്നുണ്ടെങ്കിൽ ഇവര് ഫ്രണ്ടിൽ പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഒരു പഞ്ച് ഡയലോഗ് അവിടെ ചെന്ന് പറഞ്ഞ് തിരിച്ചു വരുമ്പോഴേക്കും അടുത്ത മുറി തേങ്ങ തരും. 10 മിനിറ്റിൽ ഏറ്റവും അധികം തേങ്ങ ചിരണ്ടി ഫിനിഷ് ചെയ്യുന്ന ടീമിനായിരിക്കും അഡ്വാൻറ്റേജ് കിട്ടുക. നേരത്തെ പോലെ തന്നെ നമ്മുടെ ടാസ്കിൽ കൈ കെട്ടിയിട്ടായിരിക്കും നിങ്ങൾ കുക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് അല്ലെങ്കിൽ ഈ ക്യാരക്ടറുമായിട്ട് കൈ. എന്റെ പാർട്ട്ണർ എന്ന് പറഞ്ഞാൽ ഇതാണോ? അല്ല, മിസ്സിംഗ്. മേജർ മിസ്സിംഗ്. ഓക്കെ, അപ്പൊ കൈ കെട്ടിയിട്ടായിരിക്കും കുക്ക് ചെയ്യുക. കൈ കെട്ടിയിട്ട് അപ്പൊ അഡ്വാൻറ്റേജ് കിട്ടുന്ന ടീമിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലാസ്റ്റ് 5 മിനിറ്റ്സ് കൈ അഴിച്ചിട്ട് ഫ്രീ ആയിട്ട് കുക്ക് ചെയ്യാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. പ്രോത്സാഹിപ്പിച്ചോളൂ എല്ലാവരും. ഞാൻ പ്രോത്സാഹിപ്പിക്കൂ. 10 മിനിറ്റ് ആണ് സമയം. അവരെ നമുക്ക് ഉന്മൂലനം ചെയ്യണം. എന്തിന്? കറി വെക്കൂലേ നമ്മൾ? ഉന്മൂലനം ചെയ്യാനുള്ള കാര്യം എന്തുള്ളൂ? നമ്മൾ കറി വെച്ച് കഴിഞ്ഞ് ഉന്മൂലനം ചെയ്യാം. പുഴുങ്ങല്ലേ ബഹരി. ഒന്നല്ലെങ്കിൽ ഒരു ഡൈവേഴ്സ് നോട്ടീസ് ഉറപ്പാണ്. നന്നായിരിക്കട്ടെ, നാക്ക് പൊന്നായിരിക്കട്ടെ. പെട്ടെന്നാട്ടെ യമുന പെണ്ണെ, പെട്ടെന്നാട്ടെ. യമുന പെണ്ണേന്നൊക്കെ നിന്റെ മറ്റേ സ്വഭാവങ്ങളാണ് സിനിമയിലെ. അതെടുക്കല്ലേ കേട്ടോ. കയ്യങ്ങള് വേണ്ട. എന്റെ കൂട്ടുകാരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക് ഈസ് എ ഡയർട്ടി ബിസിനസ് എന്ന്. ആ കൗണ്ടറില്ലേ പോകുമ്പോ കൊണ്ടുപോകണം, അല്ലെ ഇവിടെ ചെയ്യും മാറും. അല്ല പക്ഷെ പുള്ളി തേങ്ങ കൊണ്ടുപോയി. നല്ലൊരു ഡയലോഗ് പോയി പറഞ്ഞു. നേരെ തിരുമേനി ഈ പച്ചൻ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. വരംവെട്ടുകാരനായിരുന്നു എന്റെ അപ്പച്ചൻ. എന്റെ അപ്പച്ചനെ കൊന്നിട്ട് ജയിലിൽ പോയ ആരും
മതി. സ്വന്തം തന്തേ കൊന്നവനാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. നിന്റെ അച്ഛനല്ല എന്റെ തന്നെയല്ലേ കൊന്നത്. എന്താ ഇത്? ഇങ്ങനെയെങ്കിലും കരക്ക് പറ്റിക്കണേ. അടുത്ത ഡയലോഗും പഠിച്ചു പോയി. അടുത്ത ഡയലോഗ് ആലോചിച്ച് വെച്ചോ. അതിപ്പോ ചേർന്ന് തീരും. ഡയലോഗ് ആലോചിച്ച് വെച്ചോളാം. ഗ്യാസിന് വില കൂടി നന്നാലും ഞാൻ കത്തിച്ചത്. അടക്കാൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് വെറുതെ ഉടക്കാൻ നിക്കല്ലേ, ഉടച്ച് കയ്യെ തരിഞ്ഞാൽ. സവിത ചേച്ചി അവര് 2 തേങ്ങ മാസ് ഡയലോഗ് അടിച്ച് 2 മുറി ചിരണ്ടി കഴിഞ്ഞു. 3ാമത്തെ മുറി തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് വാ. അമ്മേ, നാളെ ദുബായിക്ക് പോവാണമ്മേ. തിരിച്ചു വരുമ്പോൾ എന്ത് കൊണ്ടുവരണം അമ്മേ? അമ്മ എന്നെ എത്ര ഇടി വെട്ടണം അതിലൊരെണ്ണം. 10 മാസം ടൗണല്ലേ അമ്മയെ കൊട്ടയിലേക്ക് ഇറങ്ങിയ 15 വർഷം തീരും. എന്റെ കൈ പെട്ടെന്ന് മാറിയിക്കാൻ പറഞ്ഞു. എന്നോടാണോ ചേട്ടനോടാണോ? ചേട്ടനോടാണെങ്കിൽ അടുക്കളയിൽ വെച്ച് പറഞ്ഞാൽ വീട്ടിലുണ്ട്. മാറ്റിക്കല്ലേ കുഞ്ഞെ. എന്റെ കൈ കെട്ടഴിക്കത്തില്ല. അല്ല അതല്ല, ഈ ചെരവീഞ്ഞെടുത്തേ എന്റെ തലക്കടിക്കാനാ. 4.5 മുറി തേങ്ങ ചിരണ്ടി യമുന ചേച്ചിയാണ് ലീഡ് ചെയ്യുന്നത്. എനിക്ക് നേരത്തെ അറിയായിരുന്നു യമുന തേങ്ങ തിന്നാൽ ജയിക്കുമെന്ന്. അപ്പൊ കൈവെക്കാൻ വേണ്ടി ഈ സൈഡിൽ മാത്രം ഇത് പിറ്റിയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശരിക്കുള്ള മെയിൻ ടാസ്കിലേക്ക് കടക്കാം. അപ്പൊ ഇവർക്കാണ് ലാസ്റ്റ് മിനിറ്റ് കൈ അഴിക്കാനുള്ള ഒരു അഡ്വാൻറ്റേജ് കിട്ടിയിരിക്കുന്നത്. ദേവൻ ചേട്ടനായിരിക്കും കുക്ക് ചെയ്യുക. നമ്മുടെ ഭീമൻ രഘു ചേട്ടന്റെ ക്യാരക്ടർ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. ഇവിടെ ഹരിച്ചേട്ടനായിരിക്കും കുക്ക് ചെയ്യുക. ഡാൻസ് മാസ്റ്റർ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക. അപ്പൊ നിത്യ ഇവർ എന്താണ് കുക്ക് ചെയ്യേണ്ടത്? ഹരിച്ചേട്ടൻ പൂരിയും ചന മസാലയും. ചന മസാല അവിടെ ചപ്പാത്തിയും ചെമ്മീൻ ഫ്രൈയും. ചെമ്മീൻ റോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇവരുടെ കൈയൊക്കെ കെട്ടിയിട്ടുണ്ട്. ആൻഡ് യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഹരിച്ചേട്ടൻ എന്തെങ്കിലും വീട്ടിലുണ്ടാക്കി തരുന്നുണ്ടോ? സമയം അടുക്കളയിൽ നോക്കിയിട്ട് കവടിയുടെ പലകെ ഭസ്മം. അല്ല, അത് തന്നെ ഇപ്പൊ ഇവിടെ ചെയ്തോണ്ടിരിക്കണത്. സവിത ഭയങ്കര എനർജറ്റിക് ആണ് കേട്ടാ. ഓരോ സാധനങ്ങള് ലീഡ് ചെയ്യാൻ ബെസ്റ്റാ. ഞാനല്ലേ നിൽക്കുന്നത്, എങ്ങനെ അല്ല, അവർക്ക് കണ്ണ് തട്ടാണ്ടിരിക്കണ പോലെ ഉണ്ട്. അവനെ മനസ്സിൽ വിചാരിച്ച മാവ് അങ്ങോട്ട് കുഴക്കങ്ങോട്ട്. ഇവിടെ എന്തായി? ഞങ്ങളെല്ലാം റെഡി. അവന്റെ മുഖം എനിക്ക് മാവ് കാണുമ്പോ ഓർമ്മ വരുന്നത്. ഇടിച്ചങ്ങോട്ട് പരത്തങ്ങോട്ട്. അരി എങ്ങോട്ടാ? ഹരി, ഇത് കണ്ട എന്റെ ചേട്ടൻ സവാള അരിയുന്നത് കണ്ടോ? സവാള ഗിരിഗിരിയൻ. അങ്ങനല്ല, ഇതങ്ങ് റൗണ്ട് ആക്കി. ആ ചേച്ചിയുടെ അവസാനം പടി ഇട്ടു കേട്ടോ. വേഗം നോക്കിക്കോളൂ. ഡാൻസ് മാസ്റ്റർ, നീ ആരെ സഹായിക്കാൻ വന്നതാണ്? ആരെ സഹായിക്കാൻ വന്നതാണ്? ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലേ സഹോദര? വെളുത്തുള്ളി വെളുത്തുള്ളി എവിടെ? വെളുത്തുള്ളി ഇല്ല. വെളുത്തുള്ളി ഇല്ലല്ലോ. ഓക്കെ, മതിയോ? ഓക്കെ, മതിയോ? ഇവിടെ രണ്ട് പാത്രം വെളുത്തുള്ളി ഉണ്ട്. കൊഞ്ചി നമ്മൾ കഴിക്കും. 3 ചപ്പാത്തി എന്റെ നിത്തി കൊടുക്കണേ. ഇതിന്റെ സംഭവങ്ങൾ ചപ്പാത്തി ഇത് പോലും അറിയത്തില്ല. അടിപൊളി. ആര് പറഞ്ഞു ഹരിച്ചേട്ടൻ പരത്താൻ അറിയില്ലത്? നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായോ? ഹരിച്ചേട്ടൻ ഉരുട്ടാ മാത്രമല്ല പരത്താനും അറിയാം. സൂപ്പർ സൂപ്പർ. മസാല ഉണ്ടാക്കണില്ലേ ഹരിച്ചേട്ടാ? കടല വേവിക്കാൻ വെച്ചിരിക്കാം. പൂരി ഇപ്പോഴേ പരത്തി വെച്ചാൽ അത് പൊങ്ങത്തില്ല. അത് എണ്ണ ചൂടായിട്ട് അതിൽ മുക്കിയിട്ട് പരത്തണ നല്ലേ. നിത്യ, ഞാൻ പറഞ്ഞോളാം. നിത്യക്ക് വേണ്ടി എന്ത് വേണം? ഐ ലവ് യു. ഗരം മസാലയോ പൊടിച്ച മസാല എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി തരും. ഒരു ഫോൺ തരാം ആരെങ്കിലും. എന്തിന്? അമ്മേനെ വിളിച്ചു പറഞ്ഞാൽ ഞാൻ സെറ്റാക്കി ഒരു സാധനത്തിന്. ഇനി ജസ്റ്റ് ഒന്ന് കുറച്ചു. മീഡിയം ഫ്ലെയിമില് മതി.
ഇവിടെ ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല കൊച്ചെ. അവന്മാരെ ഉന്മൂലനം ചെയ്യും. ഇവന്റെ ഞങ്ങൾ കപ്പ് കൊണ്ടേ പോകൂ. ഈ കപ്പ് കൊണ്ടുപോയി വീട്ടിൽ വെച്ചിട്ടുമാണ് എന്റെ മാരേജ്. പിന്നെ കപ്പിനകത്തുനിന്ന് ഞാൻ കുപ്പിക്കകത്താക്കോടാ. ദേവന്റെ കളി കാണാൻ കിടക്കുന്നേ ഉള്ളൂ. എന്റെ ചപ്പാത്തി മുട്ടക്കോഴി പോലെ ആക്കാതെ. മുട്ടക്കുഴിയാ? കോഴി മുട്ട പോലെ. രവിച്ചേട്ടാ ഞാൻ പരത്താം. അല്ല, സൊമാലിയൻ ചപ്പാത്തി, സൊമാലിയൻ ചപ്പാത്തി. ആ ചപ്പാത്തി പോലെ കൊച്ചു പിള്ളേരെ സ്നങ്കി പോലെ ചപ്പാത്തി. അല്ല, രഘുചേട്ടന്റെ കയ്യിൽ എന്ത് കിട്ടിയാലും ഇങ്ങനെ ആക്കി കളയും. ചങ്കി പോലെ ആക്കൂ. അറിയാവല്ല കാര്യങ്ങളാ പറഞ്ഞു കൊടുക്കാം അവന്റെ അടുത്ത്. കൊഞ്ച് തട്ടിക്ക്. കൊഞ്ച് തട്ടാൻ പോകുന്നു. കൊഞ്ച് ദേവേട്ടാ, കൊഞ്ച്. ദേവേട്ടന്റെ കൊഞ്ച് ദേവേട്ടാ തൊട. ഇയാള് ശരിയല്ല. തുടയ്ക്കാൻ മലയാളം അറിയത്തില്ല. നിങ്ങൾ ഇതെന്താണ് ഉണ്ടാക്കി ചുമ്മാ പറച്ചില് മാത്രമല്ല. അയ്യോ, കബഡി നൃത്തം പോലെ എല്ലാ പാചകം കുറച്ചൊക്കെ കലാപരമായിട്ട് ചിന്തിക്കണം. ഒരു അപ്പുറത്തെ പ്ലേസ് ഉണ്ട്. ലാസ്റ്റ് ഒരു 8 മിനിറ്റ്സിലാണ് നമ്മളിപ്പോ ഓടിക്കൊണ്ടിരിക്കണേ. നിങ്ങളുടെ ചന മസാല എവിടെ എത്തി? ചന മസാല നോക്കേ. ആക്ച്വലി എന്താന്ന് വെച്ചാലുണ്ടല്ലോ, കുക്ക് ചെയ്യുന്നവർക്ക് കണ്ടോണ്ട് നിൽക്കുമ്പോൾ വളരെ സിമ്പിൾ ആണല്ലോ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് കുക്കിംഗ് അറിയാത്തവര് ഭയങ്കര മണ്ടത്തരമായിട്ട് കാണിക്കും. അപ്പൊ നമുക്ക് ഇതുപോലെ അറിയില്ലെങ്കിൽ തോന്നിപ്പോകും ശരിക്കും. ഓ മൈ ഗോഡ്, കണ്ടത് ഈശ്വരേ, എനിക്ക് അറിഞ്ഞൂടാ. എന്തൊക്കെയോ അമേരിക്കയിൽ എന്താ പണി എന്നുള്ളത് നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. പണി സ്കൂളിലും പോയിട്ടില്ല. 3ാം ക്ലാസ്സിലാണ് സ്കൂളിൽ പോയെന്ന് പറയുന്നത്. അമേരിക്കയിൽ ശരിക്കും എന്തായിരുന്നു പണി? പുള്ളി എറിഞ്ഞു പിടിയുടെ ആളാ. ലാസ്റ്റ് 5 മിനിറ്റ്സ് ആണ്. പെട്ടത് കവിത ചേച്ചി പറഞ്ഞു കൊടുത്താൽ മതി, അവര് ചെയ്യട്ടെ. 2 സ്പൂൺ ഇട്. ലാസ്റ്റ് 5 മിനിറ്റ്സ് കൈ കഴിക്കാലോ. ലാസ്റ്റ് 5 മിനിറ്റ്സ് നിങ്ങൾക്ക് കൈ കഴിക്കാം കേട്ടോ. ദേവൻ ചേട്ടാ, കൈ കഴിക്കാം. ഒരു 5 മിനിറ്റ് ഞങ്ങൾക്ക് വേണ്ടി കൂട്ടിത്തരോ? ഏട്ടന് വേണ്ടി ഒരു 5 മിനിറ്റ് കൂട്ടിത്തരാണെങ്കിൽ ഇതൊന്ന് ഫിനിഷ് ചെയ്യാമായിരുന്നു. അതിനി 10 മിനിറ്റ് കൂട്ടിയാലും കാര്യമില്ല, ഒരു കാര്യം നടക്കൂല. ചേട്ടാ, ക്യാരക്ടർ മാറി. ഇത് അസ്ഥല ഹോട്ടലിലെ ജോലിക്കാരല്ലേ? തലയില് തോർത്തൊക്കെ കെട്ടിട്ട് ഇപ്പൊ ആലോചിച്ചോക്ക്. എന്ത് ചൂടാ. അതെ, ആ ബീബൻ ചേട്ടനായിട്ട് വന്നിട്ട് ആളാ ക്യാരക്ടറൊക്കെ വിട്ടിട്ട് അവിടെ പെണ്ണുങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അല്ല, വേറെ കേസുണ്ട്. ഞങ്ങൾക്ക് സംസാരം കുറവും പണി കൂടുതലുമാണ്. അവിടെ പണി കുറവും സംസാരം മാത്രമേ ഉള്ളൂ. Oh my God! അമേരിക്കൻ സ്റ്റൈൽ ജിഞ്ചിലാക്കടി. ടൈം അവസാനിക്കാറായി. ഞങ്ങളുടെ കറി റെഡി. ഞങ്ങളുടെ കറി എപ്പോഴേ റെഡി. ദേവേട്ടാ, ഇനി നോക്കിയിട്ട് കാര്യമില്ല, ഞാൻ ചെയ്യും. വിജയം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓക്കെ, അശ്വതി, ഈ ചപ്പാത്തി പൂരിയും ചൂട് പോകുന്നതിന് മുമ്പേ ടേസ്റ്റ് ചെയ്യണമെന്നാണ്. അതെ, ചൂട് ടേസ്റ്റ് ചെയ്യാം അല്ലേ? ഇത്
വരും എന്റെ കെട്ടഴിക്കും ഇവര് ബ്ലോക്ക് ചെയ്തിട്ടേക്കാണ് ഇത് സംസാരിക്കുന്ന കൈ കെട്ടഴിയുണ്ട് കെട്ടഴിച്ചോ അല്ലല്ല ഇനി കെട്ടഴിക്കല്ലേ മറ്റേ കൈയും കൂടി കെട്ടു. അതെ ഞാൻ പറയാൻ പറ്റേ കാലും കൂടെ കെട്ടണം. നോക്കട്ടെ, പൂരിയും ചന്നാ മസാലയും അല്ലേ? ചനാ മസാല നല്ലത്. പിന്നെ ഇത് വേറെ സമിതിന്റെ പേര് തന്നെ ഇട്ടു, പൂരിയും ചളം മസാല എന്നോ അങ്ങനൊക്കെയാ. ഞാൻ എങ്ങനെയുണ്ട്? അല്ല, പക്ഷെ എന്നെ പോലെ തന്നെ ഇൻഗ്രീഡിയൻസ് വേറെ വേണം. എന്താണെന്നറിയാമോ, ഇതിനകത്ത് കൈകെട്ടിയിരിക്കുന്നത് ഇവർ രണ്ടുപേരെ ആണെങ്കിലും ഈ പണി മൊത്തം ചെയ്ത സവിതയാ. മൊത്തം സാധനം ചെയ്ത സവിതയാ. അതെടുത്തിരുന്നു, ഇതെടുത്തിരുന്നു, ഇവിടെ എടുത്തിരുന്നു. താങ്കൾ സ്വപ്ന ലോകത്തായിരുന്നു. അവിടെ കണ്ടുപരി അവിടുത്തെ ഭീമൻ രവിചേട്ടനെ. ഇത് ചപ്പാത്തി. അവിടുത്തെ കണ്ടിട്ട് വരട്ടെ. മലയാളത്തിലൊരു ചൊല്ലുണ്ട്, ഈ വല്ലവള് വച്ചാലും നല്ലവള് വിളമ്പണോ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വയ്ക്കുന്ന സ്ഥലം ഏതാണെന്ന് പോലും ചില സ്ഥലങ്ങളിൽ നമ്മൾ അറിയുന്നേ ഇല്ല. അപ്പൊ ഈ വിളമ്പുമ്പോ, അതായത് അതൊരു രണ്ടും ഫീമെയിൽ തന്നെ ആവണമെന്നില്ല, വല്ലവള് വെച്ചാലും നല്ലവള് വിളമ്പണം എന്ന് പറയുന്നത് അതൊരു ചൊല്ലാണ്. പക്ഷെ കൊണ്ടുവന്ന് വളരെ മനോഹരമായ രീതിയിൽ അതൊരു ആണായിരുന്നാലും പെണ്ണായിരുന്നാലും കൊണ്ടിങ്ങനെ വെക്കുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ട്. മലയാളിക്ക് ഭക്ഷണം, മലയാളിക്കെന്ന് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം ആദ്യ കാഴ്ചയാണ്. ആ കാഴ്ചയാണ് ഈ ഗാർണിഷ് എന്ന് പറയുന്ന ഒരു സാധനം. അല്ലാതെ ക്യാപ്സിക്ക എന്ന് പറയുന്ന ഒരു സാധനത്തിനകത്ത് ഈ കൊഞ്ച് വച്ചതുകൊണ്ട് ഒരു തരത്തിലും ഈ കൊഞ്ചിന് ഇതിനപ്പുറത്തേക്ക് ഒരു ടേസ്റ്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നണം. എനിക്കും ഇല്ല. ഇല്ലല്ലോ. ഇല്ല. പിന്നെ ഇതിൽ നമ്മൾ കിളിയൊക്കെ വെട്ടി വെക്കും. ക്യാരറ്റിൽ കിളി വെട്ടി നമ്മളൊരു അയല ഫ്രൈ വെച്ചാൽ ആ അയല ഫ്രൈയിൽ കിളി എന്ത് സ്വാധീനമാണ് ചെലുത്തുന്നത്. കാണുമ്പോ തന്നെ നമുക്ക് അട്രാക്ഷൻ ഉണ്ടാവും. കറക്റ്റ്. പക്ഷെ അതിനെ നമ്മൾ തള്ളിക്കളയാനും പാടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഫസ്റ്റ് മലയാളിക്ക് ഒരു ഭക്ഷണം കൊണ്ടുവച്ചാൽ കാഴ്ചയാണ്. പിന്നെയാണ് ഈ സാധനം. നോക്കിയോളൂ, ഈ സാധനത്തിന്റെ എക്സ്പ്രഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് കണ്ടോ, കണ്ണടച്ചിട്ട് ഒന്ന് പറഞ്ഞേ, അതായത് ഇവിടെ വച്ചിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞേ. ഇവിടെ വെച്ചിട്ടുണ്ട്. രണ്ട് ടേസ്റ്റ്. പണിപാളി ദേവൻ ചേട്ടാ, പണിപാളി. ഇതാണ് രണ്ടാമത്. അപ്പൊ ചെമ്മീന് നമ്മൾ കഴിക്കേണ്ട കാര്യമില്ല, അതിന്റെ ഈ ഒരു ഗ്രേവിയുടെ സംഭവം മാത്രം നോക്കിയാൽ മതി. പിന്നെ എനിക്ക് തോന്നുന്നു ദേവൻ ചേട്ടൻ UK ആയതുകൊണ്ട് ഇത്തിരി സ്പൈസി കുറവായിരിക്കും. ആ സ്പൈസി കുറവ് ഇതിനകത്തുണ്ട്. പിന്നെ ഇത്തിരി ഉപ്പിന്റെ ചെറിയ കുറവുണ്ട്. എല്ലാം കൂടെ പറയുകയാണെങ്കിൽ സ്പൈസി ആയിട്ടില്ല, ഉപ്പില്ല, പുളിയില്ല. അത് നിങ്ങൾ തെരഞ്ഞെടുത്തോളാം. ഈ പറഞ്ഞ ചന്നാ മസാല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹരിയാണ് ഇത്, പിന്നെ അത് സവിതയാണ് കംപ്ലീറ്റ് ചെയ്തത് അല്ലേ? പക്ഷെ ചനാ മസാല ഇല്ലേ, അത് കുറച്ച് വലിയ ടാസ്കാ. ഈ കടല വേവിക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. നേരെ മറിച്ച് പ്രോൺസും ചപ്പാത്തി എന്ന് പറയുന്നത് കുറച്ചും കൂടി ഈസിയാണ്. ഈ പൂരിയും ചപ്പാത്തി പരത്തലിൽ ഏതാണ്ട് ഒരേ ടാസ്ക് തന്നെയാണ്. പക്ഷെ ചന്നാ മസാല നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ സമയമുണ്ട്. ഇത് എന്തായിരുന്നാലും ഷെഫ് ഉപ്പിന്റെ കാര്യം പറഞ്ഞത് പൊതുവെ ഇത്തിരി കുറച്ചിടും, കാരണം ആവശ്യമുള്ളവർക്ക് ചേർക്കാമല്ലോ. പക്ഷെ പിന്നെ കുറയ്ക്കാൻ പറ്റും. അത് അങ്ങനെ പറഞ്ഞപ്പോഴേ ഉപ്പ് ഇച്ചിരി കുറവാണല്ലോ മസാലയിൽ. ഞാൻ പറഞ്ഞത് ഉപ്പ് സൈഡിൽ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ സെയിം മറുപടിയാണ് ഒരാൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യും, മുളക് പൊടി മറ്റേത് ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഇതിവിടെ ഇതൊക്കെ നമ്മൾ പറയാമെങ്കിലും ഇത് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി പറയുന്ന ഒരു സാധനമാണ്. ഇതിനകത്ത് അന്യായമായ കള്ളത്തരമുണ്ട്, അതറിയാമല്ലോ. അന്യായമായ കള്ളത്തരം. ഒരു 100 അയല വെച്ചിട്ട് ഒരെണ്ണം ചീഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മൾ പറയും ഏതോ ഒരു അയലയാണ് ചീഞ്ഞത്, പ്രശ്നമാണ്. ഞാൻ വീണ്ടും പറയുന്നത്, ഏറ്റവും അധികം കള്ളത്തരം കാണിക്കാൻ പറ്റുന്നത് നോൺ വെജിലാണ്, ഒരു കള്ളത്തരം കാണിക്കാൻ പറ്റാത്തത് വെജിലാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും മനസ്സ് തുറന്ന് പറയുന്നു, വെജിറ്റേറിയൻ ചെയ്ത് പഠിച്ച കുക്കാണ് ഏറ്റവും വലിയ കുക്ക്. നോൺ വെജ് ഇല്ല. നോൺ വെജിൽ നല്ല കള്ളത്തരം കാണിക്കാം. സാധുവിനൊക്കെ നന്നായിട്ട് അറിയാം. ഇതും അതും ഒക്കെ ഒക്കെയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് അതിൽ ആ ഒരു സാധനം മാത്രം. ചപ്പാത്തി നല്ല സോഫ്റ്റ് ആണ്. ചൂടുവെള്ളത്തിലാണ് ഒഴിച്ചത് അല്ലേ? നല്ല സോഫ്റ്റ് ആണ്. വേറെ ഒന്നും പറയാനില്ല. എല്ലാവരും പാചക ശിരോമണികൾ തന്നെയാണ് രണ്ടുപേരും. ഇനി ചനാ മസാലയ്ക്ക് നിത്യ എത്ര മാർക്ക് കൊടുക്കുന്നു എന്ന് ആശ്രയിച്ചിരിക്കും ഇതിന് ഞാൻ കൊടുക്കുന്നത്. സോറി, 4 മാർക്ക്. അത് 4 കൂടുതലാ. 4 മാർക്ക്. പിന്നെ ഇവിടത്തെ ഒരു ഇൻവോൾവ്മെന്റ് ഇവിടെ ഉണ്ടായിരുന്നു സബിതയ്ക്ക് അല്ലേ? അപ്പൊ ഞാനും അത് തന്നെ കൊടുക്കാം. അങ്ങനെ ഇവിടുത്തെ ഇൻവോൾവ്മെന്റ് ഉള്ളത് കൊണ്ട് ഇതിനൊരു 1/2 മാർക്ക് കൂടുതൽ കൊടുക്കാം. അപ്പൊ 4. ഇടയ്ക്ക് ഒരു മിനിറ്റ്, ഒരു കാര്യം കൂടെ. ഞങ്ങള് കലാഭവൻ മണിച്ചേട്ടൻ മരണപ്പെടുന്നതിന് തൊട്ട് മുമ്പുള്ള ഓണത്തിന് ഞങ്ങൾ ഒന്നിച്ച് കലാഭവൻ മണിച്ചേട്ടനും ഞങ്ങളെല്ലാവരോടും ഒരു ഓണസദ്യ, അവസാനത്തെ ഒരു ഇന്റർവ്യൂ ഓണസദ്യയും അന്ന് നമ്മൾ ഒന്നിച്ചിരുന്ന് ഫുഡ് മണിച്ചേട്ടനും എല്ലാം കൂടി ഇരുന്ന്
ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്തു. ഒരു വലിയ മണിച്ചേട്ടന്റെ ഒരു ഓർമ്മയില് ലാസ്റ്റ് ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു ഒരു ഓണസദ്യ ഒന്നിച്ചുണ്ട്. അപ്പൊ ഈ നന്നായിട്ട് കുക്ക് ചെയ്യും. നമ്മള് ദുബായ് ഭയങ്കരമായിട്ട് ഞങ്ങളോടൊപ്പം ആളുകളെ സ്നേഹിക്കും, നന്നായി ഭക്ഷണം കഴിപ്പിക്കുകയും നന്നായി കുക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരാളാണ് മണിച്ചേട്ടൻ. അതിപ്പോ പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെയും ഈ വേദിയിൽ വളരെ സ്നേഹത്തോടു കൂടി സ്മരിക്കും. സോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. വളരെ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ നിങ്ങൾ ഇത്രയും നല്ലൊരു അറ്റംപ്റ്റ് നടത്തിയതിനും ഈ ഒരു എഫേർട്ടിനും എല്ലാവർക്കും താങ്ക് യു. സ്പെഷ്യലി നമ്മുടെ ക്യാരക്ടേഴ്സ് ആയിട്ട് ജോയിൻ ചെയ്ത നിങ്ങൾക്ക് രണ്ടുപേർക്കും താങ്ക് യു. മേളം കൊഴുപ്പിച്ചത് നിങ്ങളാണ്. ഓക്കെ, താങ്ക് യു. ഇന്ന് നവംബർ 26 ഈ ദിവസം സി കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ഇന്ന് സി കേരളത്തിന്റെ 4ാം വാർഷികമാണ്. കേരളം പോലൊരു മാർക്കറ്റിലേക്ക്, അല്ലെങ്കിൽ ഇത്രയധികം മാധ്യമങ്ങളുള്ള ഒരു മാർക്കറ്റിലേക്ക് ഒരു പുതിയ ചാനൽ കൂടി വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും വീണ്ടും വീണ്ടും അത്ഭുതമാണ്. ഇനി ഇവരിവിടെ വന്നിട്ട് എങ്ങനെയാണ് ഇവരുടെ ഒരു സിഗ്നേച്ചർ ഇടുക എന്നുള്ളത്. അതിനുള്ളൊരു മറുപടി ആയിരുന്നു ശരിക്കും സി കേരളത്തിന്റെ ഇത്രയും നാളായിട്ടുള്ള ഒരു ഗ്രോത്ത്. അപ്പോൾ തുടക്കം തൊട്ട് പലപ്പോഴായിട്ട് അതിന്റെ ഒരു പാർട്ടാവാൻ എനിക്കും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോൾ മലയാളികൾ ഒന്നടങ്കം ഏറ്റെടുത്ത ഒട്ടനവധി കുടുംബ പരമ്പരകളായിട്ടും റിയാലിറ്റി ഷോസ് കൊണ്ടുമൊക്കെ സി കേരളം നമ്മുടെ പ്രിയപ്പെട്ട ഒന്നായി സ്വീകരണ മുറികളിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും ശരിക്കും പറഞ്ഞ ഈ ഒരു യാത്രയുടെ ഭാഗമാണ്. ഞാനും എന്റെ ആളും എന്ന് പറയുന്ന ഷോയിലൂടെ വളരെ ചുരുങ്ങിയ നാളുകൊണ്ട് വീണ്ടും നമ്മളും പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ഇടം നേടിയിരിക്കുന്നു എന്നുള്ളത് അല്ലെ, ഓരോ വട്ടവും റിപ്പോർട്ട്സ് കിട്ടുമ്പോൾ നമുക്ക് അതിന്റെ ഒരു സന്തോഷമുണ്ട്. അപ്പൊ 4ാം വാർഷികം ആഘോഷിക്കുന്ന സി കേരളത്തിന്റെ ഈ ഒരു സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു കേക്ക് മുറിച്ച് ആനിവേഴ്സറി സെലിബ്രേഷൻ നടത്താം. വരൂ വരൂ വരൂ.